ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാം അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില ഡിസിപ്ലിൻസിനെ കുറിച്ചാണ്. പ്രധാനമായും എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് കൂട്ടായ്മയുടെ അർത്ഥം എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അതായത് പ്രാക്ടിക്കലി നമ്മുടെ ക്രിസ്തീയ ജീവിതം പോകേണ്ട വഴികൾ നമുക്ക് അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്നത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് വിചാരിക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. പുതിയ നിയമത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുകയാണെങ്കിൽ നമ്മൾ ആരായി മാറേണ്ടതാണ് അല്ലേ? എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം തരികയായിരുന്നെങ്കിൽ, ഞാൻ എന്ത് ചോദിച്ചാലും ദൈവം അപ്പം തന്നെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരിക, നമ്മൾ ആരായി മാറിയത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു അന്തവും ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു പ്രഭുവായിട്ട് മാറുമായിരുന്നു. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. നമ്മളാരും യേശുക്രിസ്തുവിനെ പോലെ ആകണമേ എന്ന് പറഞ്ഞൊന്നും പ്രാർത്ഥിച്ച് ശീലമുള്ളവരല്ലായിരുന്നു ഒരു കാലത്ത്. നമ്മുടെ എല്ലാ മോഹങ്ങളെന്ന് പറയുന്നത് ഈ മണ്ണിനോടും ഈ ഭൂമിയോടുമാണ്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വിചാരിച്ചോ, എനിക്ക് ഇത്തിരി സ്ലിമ്മായിട്ട് നാളെ നേരം വെളുക്കുമ്പം അങ്ങനെ ഇരിക്കണം എന്ന് പ്രാർത്ഥിച്ച് രാവിലെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ സ്ലിമ്മായി മാറുമെന്ന് വിചാരിച്ചോ. അങ്ങനെ മിറക്കിൾ, എല്ലാം മിറക്കിൾ. 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ദൈവം തരുമെന്ന് വിചാരിച്ചോ. എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അപ്പോൾ തരുന്നു എന്ന് വിചാരിച്ചോ. നമ്മൾ ആരായി മാറും? നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പണക്കാരനാകാം, അവിടെ നമ്മൾ നിൽക്കില്ല. ഏറ്റവും ആരോഗ്യമുള്ളവനാകും, ഉടനെ അവിടെ നിൽക്കില്ല. ഏറ്റവും അധികാരമുള്ളവരാകും. അങ്ങനെ ആയി നമ്മുടെ ലക്ഷ്യം 666 ആകാനുള്ള ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അത്ര ആകാൻ പറ്റാത്തത് കൊണ്ട്, അങ്ങനെ ഒരാൾ മാത്രം ഉള്ളതുകൊണ്ട് നമ്മളൊരു 66 ആകാനെങ്കിലുള്ളൊരു പരിശ്രമമാണ് ഈ പ്രാർത്ഥനകളിലൂടെ പലപ്പോഴും നമ്മൾ കാണുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ കിടക്കുന്നത്. അതാണ് റോമാലേഖനം 8:26 പൗലോസ് പറയുന്നത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയില്ല എന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നടന്നാൽ നമ്മൾ നശിച്ചു പോകത്തേ ഉള്ളൂ. കാരണം നമ്മുടെ പ്രകൃതം അങ്ങനെയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള വിവേകമോ ബുദ്ധിയോ നമുക്കില്ല. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പം 2 പ്രാർത്ഥനകളുണ്ട്. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ വിവരക്കേടിന് ലോകത്തിലെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ കൂടെ എന്നെ യേശുക്രിസ്തുവിനെ പോലെ ആക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻ്റെ ഉള്ളിലിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞരക്കത്തോടെ കഴിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. 2ഉം ഒരേ സമയത്ത് എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ട്. എന്നാൽ വിശുദ്ധന്മാർക്ക് മാത്രമേ ആത്മാവിൻ്റെ ഞരക്കമുള്ളൂ. ആത്മാവ് ഞരക്കത്തോടെ പക്ഷപാതം കഴിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമാണ്. 27-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ബാക്കി ലോകത്തുള്ള ആളുകൾക്ക് ഈ ആത്മാവിൻ്റെ ഞരക്കത്തോടു കൂടിയുള്ള ആന്തരികമായ പക്ഷപാതം ഇല്ല. അവർക്ക് അവരുടെ ഞരക്കങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ചിലപ്പോൾ ആൻസർ ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ വിശ്വാസി ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമുണ്ട് ആ മനുഷ്യനെക്കുറിച്ച്, ആളെക്കുറിച്ച്. അവനെ പുത്രനെ പോലെ ആക്കി മാറ്റണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി എന്തെല്ലാമാണോ വേണ്ടത് എന്ന് ആണ് ആത്മാവ് ഞരക്കത്തോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വിചാരിച്ച, കർത്താവ് എനിക്കൊരു വീട് തരണമേ. അങ്ങനെ പലരും നിങ്ങൾ വീടുണ്ടാക്കാനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചു വിചാരിച്ചു, കർത്താവ് എനിക്കൊരു വീട് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുപക്ഷെ ദൈവത്തോട് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇവനെ ഇന്ത്യയുടെ പല ഭാഗത്ത് സുവിശേഷ വേലയ്ക്കും മിഷണറി വേലയ്ക്കുമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തതാണ്. ഇപ്പോൾ അവൻ ഒരു സ്ഥലത്ത് കുറ്റിയടിക്കാനുള്ള പരിപാടിയാണ്, കൊടുക്കരുത് എന്നാണ് പറയുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഉപവാസം എടുത്താലും എന്ത് സംഭവിക്കില്ല, ഇത് ലഭിക്കില്ല. അത് ആളുകളെ തിരഞ്ഞെടുക്കുമ്പം അവരേത് ഉദ്ദേശത്തോടു കൂടി തിരഞ്ഞെടുക്കുന്നു ആ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഞരക്കത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്തിനാ ഇത്ര ഞരങ്ങുന്നത്? ഈ റോമാലേഖനം 8:19 മുതൽ താഴോട്ട് വായിച്ചു നോക്കിയാൽ 28 വരെ 26 വരെ വായിച്ചു നോക്കിയാൽ 3 ഞരക്കങ്ങൾ അവിടെ ഉണ്ട്. 3 ഞരക്കം ഒരേ കാര്യത്തിന് വേണ്ടിയാണ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, അവൻ്റെ തേജസ്കരണത്തിന് വേണ്ടിയാണ്. സൃഷ്ടി ഞരങ്ങുന്നത് നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടി, ആത്മാവ് ഞരങ്ങുന്നത് നമ്മൾ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ മാത്രം ഞരങ്ങുന്ന വേറെ എന്തിനൊക്കെ വേണ്ടി. അതാണ് പ്രോബ്ലം. അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരാണ് നമ്മളെങ്കിൽ നമ്മളും ഇതേ കാര്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കും ഞരങ്ങുന്നതെന്നാണ്. ആത്മാവ് എന്തിനു വേണ്ടിയാണോ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഞരങ്ങുന്നത് അതേ ഞരക്കം തന്നെ ആയിരിക്കും നമുക്ക് ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ഉണ്ടാകുന്നത്. ലോകസംബന്ധമായ ഒരു ഞരക്കമായിരിക്കില്ല. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ആത്മാവിൻ്റെ തലമുണ്ട്. ഈ ആത്മാവ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം ആത്മാവ് ചോദിച്ചു തരുന്നതാണ്. എന്തിനാ തരുന്നതെന്നറിയോ? യേശുവിനെ പോലെ നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. ശത്രുക്കൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്തിനാ നമുക്ക് ശത്രുക്കൾ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ശത്രുക്കൾ ആവശ്യമുണ്ടോ? സുഹൃത്തുക്കൾ ആവശ്യമുണ്ടോ?
ശത്രുക്കൾ വളരെ ആവശ്യമാണ്. കാരണം യേശുക്രിസ്തു നമ്മളോട് എന്താ പറഞ്ഞത്? ശത്രുക്കളെ സ്നേഹിക്കും. അപ്പൊ ശത്രുക്കളെ തരണ്ടേ? അല്ലാതെ എങ്ങനെ സ്നേഹിക്കും? അല്ലേ? നമുക്ക് യേശുവിനെ പോലെ ആകണമെങ്കിൽ ആര് വേണം? നമ്മൾ ജാതികളെ പോലെ ആകണമെങ്കിൽ ആര് മതി? ഫ്രണ്ട്സ് മതി. പക്ഷെ യേശുവിനെ പോലെ ആകണമെങ്കിൽ ആരും കൂടെ വേണം? ശത്രുക്കളും കൂടെ വേണം. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടായിരിക്കും. എന്തിനാ? യേശുവിനെ പോലെ ആകാൻ നമുക്കൊരവസരം ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതല്ലേ? അപ്പോൾ എല്ലാ ശത്രുക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം അവരെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ യേശുവിനെ പോലെ ആകുന്നത്. അവരെ സ്നേഹിക്കുമ്പോൾ എൻ്റെ സ്നേഹം ഒറിജിനൽ ആണോ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത് എല്ലാം നന്മയ്ക്കാണ്. അതേ റോമർ 8:28 പറയുന്നത്. ആത്മാവ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടി ആയതുകൊണ്ട് നമുക്കതൊന്നും ഗുണമില്ല, അയ്യോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ തോന്നിയാലും അതെല്ലാം നന്മയ്ക്കായിട്ടേ കൂടി വ്യാപരിക്കുകയുള്ളൂ. കാരണം അത് ദൈവത്തിൻ്റെ ഇറ്റേണൽ പ്ലാൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ ഓരോ തലമുടിനാര് കൊഴിഞ്ഞ് താഴെ വീഴുന്നത് വരെ ദൈവം അറിയാതെയല്ല, അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്നാണ് റോമാലേഖനം മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യമായി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ തേജസ്കരണത്തിലേക്ക് നടത്തുവാനുള്ള ഒരു വിളിയാണ് നമ്മുടെ എല്ലാം മേലിലുള്ളത്. ദൈവം ഒരാളെ ഈ പാപത്തിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അവൻ എങ്ങനെ? അപ്പോൾ ആൾക്കാരെല്ലാം കളിയാക്കുന്നുണ്ടായിരിക്കും, ഇവനെയൊക്കെയാണോ തിരഞ്ഞെടുത്തേക്കുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിഷമം തോന്നുവാൻ. നമ്മളൊക്കെ ആണെങ്കിൽ പട്ടാളക്കാരെ 5-6 പേരെ എടുക്കാനേ നോക്കുള്ളൂ. കാരണം എന്തായാലും യുദ്ധവും ബഹളമായിരിക്കും എന്നറിയാം. അപ്പോൾ കുറച്ച് കഴിവും തൻ്റെ ഉള്ളവരെ പിടിച്ചാൽ അറ്റ്ലീസ്റ്റ് ഓടാതെ എങ്കിലും ഇരിക്കും. യേശു ഏറ്റവും ബലഹീനരായവരെ തിരഞ്ഞെടുത്ത്. ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുക്കുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇസ്രായേലിനെ പോലെ മർക്കടമുഷ്ടിയുള്ള രാജ്യം ഈ ലോകത്ത് വേറെ ഇല്ല. ലോകത്ത് യാക്കോബിനെ പോലെ ഒരാളില്ലായിരുന്നു. ഇത്ര ഉപായിയായ ഒരു മനുഷ്യനില്ല. ഇസ്രായേൽ മക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര അടി കൊണ്ടാലും പഠിക്കാത്ത ഒരു ജനം. ആദ്യകാലത്ത് വിഗ്രഹാരാധനയായിരുന്നു. വിഗ്രഹാരാധന അടി കൊടുത്ത് അത് ഒരു വിധത്തിലൊരു BC 400 ആയപ്പോഴേക്കും അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞപ്പം പുത്രനെ അയച്ചപ്പം പുത്രനെ ക്രൂശിച്ചിട്ട് 2000 വർഷം കഴിഞ്ഞിട്ട് ഇന്നും അവർ കുറ്റം പറഞ്ഞു നടക്കുന്നത്. എത്ര അടി കൊണ്ടു. ഹിറ്റ്ലറിനെ പോലുള്ളവർ എന്തുമാത്രം ഉപദ്രവിച്ച് ലോകത്ത് അനാഥരായി അലഞ്ഞിരിഞ്ഞ് നടന്നു. എന്നിട്ടും അവര് ആ മെശിഹായെ നോക്കാൻ അവരെ കൊണ്ട് കഴിയാത്ത അവസ്ഥയിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. അത്രയും മർക്കടമുഷ്ടിയുള്ള ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്ത് പറയാം, നോക്ക് എൻ്റെ സ്നേഹം ഇങ്ങനെയാണ്, ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും. യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ഐഹിക രാജ്യം മതി എന്ന് പറഞ്ഞു. ഐഹിക രാജ്യവും കൊടുത്തു. അല്ലേ? ഒന്ന് ആലോചിക്കുക. ഇപ്പം ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടി ദൈവം ഒന്നിനും ഗുണമില്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നത്. സാത്താനാണ് അങ്ങനെയല്ല. സാത്താൻ തിരഞ്ഞെടുക്കുന്നില്ല ഭയങ്കര വീരന്മാരെയാണ്. അവൻ ആവശ്യം ഒരുത്തനെ പിടിച്ചാൽ അവനെയും കൊണ്ട് ഒരു 10,000 എണ്ണത്തിനെ നരകത്തിൽ വിടാൻ കഴിയണം. അങ്ങനെയുള്ളവരാണ് സാത്താൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഓരോ സിനിമാ നടിമാര്, സിനിമാ നടന്മാര്, മിടുക്കന്മാര്, രാഷ്ട്രീയക്കാർ, ഇവരെയൊക്കെ സാത്താൻ ഇങ്ങനെ പിക്ക് ചെയ്യുമ്പം അവനറിയാം ഇവൻ്റെ പുറകെ ഒരു 10 ലക്ഷം അങ്ങ് പൊക്കോളും. പക്ഷെ എന്നെപ്പോലുള്ളൊരുത്തനെ തിരഞ്ഞെടുത്ത 2 പേര് പോലും എൻ്റെ കൂടെ വരില്ലെന്ന് അറിയാം. അപ്പം സാത്താന് വൻതോതിൽ ഉപയോഗിക്കാൻ ആരെയാണ്? കഴിവുള്ളവരെയാണ് ആവശ്യം. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം നേരെ തിരിച്ചാ. അപ്പൊ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും എന്നെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ഈ സാത്താൻ തന്നെ എന്ത് ചെയ്യണം? ഇവനെയൊക്കെ തിരഞ്ഞെടുത്ത കാണാം ഇവനൊക്കെ എന്തായി തീരുമെന്ന്. പക്ഷെ അവസാനം ഞാൻ യേശുവിൻ്റെ തേജസ്സോടെ സ്വർഗത്തിൽ നിൽക്കുന്ന കാണുമ്പം ഈ ദൂതന്മാരും കണ്ടു നിന്നവരെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന വലിയ രക്ഷയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള യാതൊരു ഗുണവുമില്ലാത്ത, ഒരു നേരം പോലും സ്വന്തമായി കർത്താവിന് വേണ്ടി നിൽക്കാൻ ത്രാണിയില്ലാത്ത നമ്മളൊക്കെ യേശുവിൻ്റെ അതേ തേജസ്സോടെ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന കാണുമ്പം ദൂതന്മാർ വീണ് നമസ്കരിക്കും, നമ്മളും വീണ് നമസ്കരിക്കും. സ്വർഗത്തിൽ വലിയ ആരാധനയായിരിക്കും. അവിടെ പറയുന്നത് ഇവന്മാരെയൊക്കെ എങ്ങനെ യേശുവിനെ പോലെ ആക്കി മാറ്റിയ ആ കർത്താവ്, കുഞ്ഞാട് മഹത്വമുള്ളവൻ, അവനെ ദൈവത്തിന് രാജ്യമാക്കി മാറ്റിയ. അപ്പൊ കുഞ്ഞാടിന് സകല മഹത്വവും വരത്തക്ക രീതിയിലാണ് നമ്മുടെ രക്ഷ വെച്ചിരിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ ആലോചിക്കുന്നത് ഈ ആത്മാവിൻ്റെ ഞരക്കങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി നമ്മൾ അവൻ്റെ കൂടെ ചേരുന്നതിനെയാണ് ഈ ആത്മാവിലുള്ള പ്രാർത്ഥന എന്നുണ്ട് ഒരർത്ഥം അന്യഭാഷയിലുള്ള പ്രാർത്ഥന എന്നുള്ളതാണ്. എന്നാൽ വേറൊരർത്ഥം ആത്മാവ് എന്ത് പ്രാർത്ഥിക്കുന്നോ അത് മനസ്സിലാക്കി അതിനോട് എഗ്രി ചെയ്യുന്നതാണ് ശരിക്കും ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ വിവേചിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരർത്ഥം. ഇപ്പം പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നുള്ളൊരു സൂചന അവിടെയുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കരുത്? 2 കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒന്ന്, വീണ്ടും വീണ്ടും ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കരുത്. 2, നാട്ടുകാർ കേൾക്കെ പ്രാർത്ഥിക്കരുത്. ഉറക്കെ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത്. 2 കാര്യങ്ങൾ. നമ്മളിത് രണ്ടും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഇത് യേശു 2ഉം ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. ഇതെന്താണ് ഈ വീണ്ടും വീണ്ടുമുള്ള പ്രാർത്ഥനയുടെ കുഴപ്പം? വീണ്ടും വീണ്ടുമുള്ള പ്രാർത്ഥനയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മക്കള് എന്നോട് പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു, എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഒരു 10-20 പ്രാവശ്യം ചോദിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? ഈ അപ്പൻ ഇത് മേടിച്ച് തരുമോ എന്നുള്ളൊരു സംശയം
ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ ദൈവത്തോട് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും തരണേ തരണേ തരണേ. ചില പ്രാർത്ഥനകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അതാ തരണേന്ന് പറഞ്ഞാൽ അതും തീരില്ല, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. അപ്പോൾ രണ്ടാമത് പ്രാർത്ഥിക്കാൻ പാടില്ലേ നിങ്ങൾ ചോദിക്കും. രണ്ടാമത് പ്രാർത്ഥിക്കണം, അതെന്താണെന്ന് ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഓക്കെ, 6-ാം വാക്യം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നും. എന്നെയൊക്കെ ചെറുപ്പത്തിൽ പെന്തക്കോസ്തിലൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഫ്രേസ് ഉപയോഗിച്ച് വചനമൊക്കെ കോട്ട് ചെയ്ത് കർത്താവിനെ ആ വചനം ഓർമ്മിപ്പിച്ച് അവകാശങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയെടുക്കണമെന്നാണ്. ലോ പോയിന്റ് ഒക്കെ വെച്ച്. ദൈവത്തിന് ഇതൊന്നും ചിലപ്പോൾ മറന്നുപോകും. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇത് ഓർപ്പിച്ചാലേ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് അങ്ങനല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാം. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് ദൈവത്തിന് അറിയാം, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഇങ്ങനെ കർത്താവ് പറയുന്നത്, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, പരസ്യമായിട്ട് നിലവിളിക്കരുത്. 100 പേരാ പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിൽ ആ 100 പേര് അറിഞ്ഞാൽ മതി. 101-ാമത്തെ ആളെ അറിയിക്കേണ്ട. ഞങ്ങളൊരു ഉപവാസ പ്രാർത്ഥന എടുക്കുകയാണ് അല്ലേ, നോട്ടീസ് അടിക്കേണ്ട കാര്യമില്ല. കാരണം ഉപവാസം എടുക്കുന്നവരല്ലാതെ വേറെ ആരും ഇത് അറിയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെല്ലാം ഉപവാസ പ്രാർത്ഥനയുടെ നോട്ടീസ് ഉണ്ട് അല്ലേ, ഇനി അങ്ങനെയൊന്നും കാണാതിരിക്കട്ടെ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവും നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന ഒരു പിതാവും ആണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ കാര്യമെല്ലാം നീ നോക്കിക്കോളും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്റെ നാമം വിശദീകരിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എവിടെ നിന്റെ നാമം പറഞ്ഞാലും ആ നാമം വിശുദ്ധമായി ആളുകളുടെ മനസ്സിൽ തോന്നണം. ഞാൻ നിന്റെ പേര് ഉച്ചരിക്കുന്നു എന്നുള്ളതിനാൽ കർത്താവെ നീ അപമാനിക്കപ്പെടരുത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാനത് യൂട്യൂബിൽ ഒരു ക്ലിപ്പിംഗ്, ഒരു പക്ഷേ നിങ്ങളത് കേട്ട് കാണുമായിരിക്കാം, കേട്ടിട്ടുള്ളവർ. ഞങ്ങൾ ഓങ്കോളിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ 4 പിള്ളേരുള്ളത്, അതിൽ 3 പേര് അഡോപ്റ്റഡ് ആണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ 2 പെൺകുട്ടികൾ, ഈ 4 പേരല്ല അതുകൂടാതെ 2 പെൺകുട്ടികൾ ഞങ്ങളുടെ വീടിന് മുമ്പിൽ ഒന്ന് നോക്കി ചെയ്തു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എന്താ നിങ്ങൾ വന്നത്? ഭിക്ഷ അയച്ചു വന്നതാണ്, ആഹാരം എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭിക്ഷ അയച്ചു നടക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷമായി. അവർ ഞങ്ങളുടെ വീട്ടിൽ താമസം ആരംഭിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പം ഒരു കൊച്ചു വന്ന് എൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, എല്ലാവരും പപ്പ അമ്മ എന്നല്ലേ വിളിക്കുന്നത്, ഞാനും ആൻറ്റീനെ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് ഇത്രയും ഇപ്പോൾ 6 പിള്ളേരെ, ഗുഡ്. ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പം 1-2 ദിവസം കഴിഞ്ഞപ്പം ഈ പെൺകൊച്ചു വന്ന് എൻ്റെ ഭാര്യയോട് ചോദിക്കാം, ഞങ്ങൾ വെളിയിൽ ഭിക്ഷ യാചിക്കാൻ പോയി ഞങ്ങൾക്ക് ഒരു മാസം 2000-3000 രൂപ കിട്ടും, നിങ്ങളുടെ കൂടെ താമസിച്ചാൽ നിങ്ങൾ എത്ര രൂപ തരും? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, പൈസ ഒന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരാം, പഠിപ്പിക്കാം, പിന്നെ ഡ്രസ്സ്, ആഹാരം, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം. പിന്നെ ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ വഴിയിൽ വെച്ച് ആരെങ്കിലും നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേസിൻ്റെ സുധയുടെ പിള്ളേരെന്ന് പറഞ്ഞു. അപ്പം മക്കൾ, അപ്പനും അമ്മയും സഹോദരങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കൂടുതലൊന്നും ഞങ്ങൾക്ക് തരാൻ ഇല്ല. പിന്നെ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സമ്പാദിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ മധുരയാടി ഓടി പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയുടെ മാർക്കറ്റിൽ നിൽക്കുമ്പം ഒരു വിളി കേൾക്കുക, പപ്പ എന്നൊരു വിളി. തിരിഞ്ഞു നോക്കി, ഈ പിള്ളേരുണ്ട്, അതിൻ്റെ കൂടെ ഒരു 5-6 പിള്ളേരുണ്ട്. നിങ്ങൾ ആലോചിക്കുക ആ ദുരവസ്ഥ എന്തോ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കുള്ള നേരത്തെ രക്ഷപ്പെടാം. കാരണം മറുപടി പറയാം, അവർക്ക് വീടറിയാൻ വേണേൽ വീട്ടിലോട്ട് വന്നാൽ മതിയല്ലോ. കാരണം ഞങ്ങൾക്ക് തെലുങ്ക് അറിയത്തില്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇവർ വന്ന് എന്ത് സംസാരിച്ചാലും നമുക്ക് മറുപടി മുറിത്തെലുങ്കിലാണ് അവരോട് സംസാരിക്കുന്നത്. ഈ കടക്കാരോടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്തൊരു നാണക്കേടായിപ്പോയി. ആ കടക്കാരെടുത്ത് നാളെ ഞങ്ങൾ എങ്ങനെ ചെല്ലും? അവരെന്ത് വിചാരിച്ച് കാണും? ഭിക്ഷാടന മാഫിയ വല്ലതും ആണെന്ന് വിചാരിച്ചോ? ഇവരെ ഇങ്ങനെ ഞങ്ങൾ രാവിലെ ഭിക്ഷ യാചിക്കാൻ പറ്റിയിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റൈലായിട്ട് നടക്കുമെന്ന് വിചാരിച്ചോ? എന്ത് വിചാരിച്ചോ? ഒരു മറുപടിയും കിട്ടുന്നില്ല. കർത്താവ് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ കുറേ പിള്ളേരുണ്ട്, പള്ളിയിലും കൺവെൻഷൻ ഗ്രൗണ്ടിലും എല്ലാം നിന്ന് അപ്പാ പപ്പാ അപ്പച്ചാ എന്ന് ചോദിക്കുന്ന കുറേ പിള്ളേർ. ഇവർക്കും പക്ഷെ എൻ്റെ മകൻ ജീവിക്കുന്ന ആ വീട്ടിൽ ആ ഒരു ആഗ്രഹത്തോടെ ജീവിക്കാൻ ഇഷ്ടമില്ല, കുപ്പ പറക്കി തിന്നാനാണ് ഇഷ്ടം. പക്ഷെ അവരെന്നെ അപ്പാ എന്ന് വിളിക്കുമ്പം എനിക്കുണ്ടാകുന്ന അപമാനം എന്താണെന്ന് ഞാൻ നിന്നെ ഒന്ന് കാണിച്ചു തന്നാന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ആലോചിച്ചു, കർത്താവെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിന്നെ പിതാവേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പുത്രൻ ജീവിച്ച സ്ഥാനത്ത് അതേ ജീവൻ തന്ന് അതേ ആത്മാവിനെ തന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെ നിർത്തിയേക്കുന്നുണ്ടാ. അപ്പം ഞാൻ ആ ആത്മാവിലല്ലാതെ, ആ ആഗ്രഹത്തോടെ അല്ലാതെ, യേശുവിനെ പോലെ ആകാനുള്ളൊരു ആഗ്രഹം പോലും ഇല്ലാതെ അവനെ പിതാവേന്ന് വിളിക്കുമ്പോൾ വി ആർ ഇൻസൾട്ടിങ് ഹിം എന്ന് ആണ് അതിനകത്ത് അർത്ഥം. അപ്പം എൻ്റെ പ്രാർത്ഥന, കർത്താവെ, ഞാൻ എവിടെ നിന്നെ പിതാവെന്ന് വിളിച്ചാലും ആൾക്കാർ പറയണം അവനത് വിളിക്കാം, കാരണം അവൻ്റെ പിതാവ് ദൈവം തന്നെയാണ് എന്ന് പറയത്തക്ക രീതിയിൽ നാം ദൈവത്തിൻ്റെ പേര് പറയുമ്പോൾ ദൈവം മഹത്വപ്പെടണം. പ്രാർത്ഥിക്കണ്ടേ അതിനു വേണ്ടി? പ്രാർത്ഥിക്കണം. എനിക്ക് രാവിലെ കഞ്ഞി കിട്ടാൻ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, കർത്താവ് കൃത്യമായിട്ട് തന്നിരിക്കും. പക്ഷെ ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഞാനിത് മുഴുവൻ കർത്തൃ പ്രാർത്ഥന എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയല്ല, 1-2 ഭാഗങ്ങൾ മാത്രം. അടുത്ത വാക്യം ഇങ്ങനെയാണ്: നിന്റെ രാജ്യം വരണമേ. നിന്റെ രാജ്യം വരണേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പ്രാർത്ഥന ഉണ്ട്: എൻ്റെ രാജ്യം പോണേ. കാരണം എൻ്റെ രാജ്യം പോയാൽ ആരുടെ രാജ്യം വരുള്ളൂ? അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ രാജ്യത്വം അവസാനിക്കാൻ വേണ്ടിയാ. അന്ന് ഏദൻ തോട്ടത്തിൽ ആ പഴം തിന്നപ്പോൾ എൻ്റെ രാജ്യം ഉണ്ടാവുമായിരുന്നു. ആ രാജ്യം തകർന്ന് ആരുടെ രാജ്യം വാഴണമെന്നിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ. അതാണ് അടുത്ത വാക്യം: നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമി. അപ്പൊ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ ഇഷ്ടം നടക്കും, ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോകും, ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കും, ഞാൻ ഇഷ്ടമുള്ള ആളോട് സംസാരിക്കും. പക്ഷെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നടക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നത്. അപ്പം എൻ്റെ ഇഷ്ടം നടക്കാതെ, എൻ്റെ രാജ്യം വാഴാതെ, ദൈവത്തിൻ്റെ രാജ്യം വാഴാൻ വേണ്ടിയും അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ അവൻ എന്തിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്തോ ആ ഉദ്ദേശത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ നടന്നാൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറില്ല. ഞാൻ ഈ ലോകത്ത് ഒരുവിധമൊക്കെ ഓടി തീർത്ത് അങ്ങ് ഇല്ലാതാവുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, നമ്മൾ 25-ാം വാക്യത്തിലേക്ക് 25, 24. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. അപ്പം എനിക്ക് ആദ്യം ചെറുപ്പകാലത്ത് ഇത് വായിക്കുമ്പോൾ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ദൈവത്തെയും പിശാചിനെയും എന്ന് പറഞ്ഞില്ല? നാച്ചുറലി പോരാട്ടം ആര് തമ്മിലാ? ദൈവവും പിശാചും തമ്മില, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരേ സമയത്ത് ദൈവത്തെയും പിശാചിനെയും സേവിക്കാൻ പറ്റില്ല എന്നാ വേണ്ടത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പം അതിനർത്ഥം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്: ദൈവവും പിശാചും ഈ ലോകത്തിലെ ഏത് ജനത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ടും ഞങ്ങളിൽ ആരെ വേണം നിനക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തേ പറയുള്ളൂ? ദൈവത്തെ വേണമെന്ന് പറയുള്ളൂ. അത് ഈവൻ ഡെവിൽ വർഷിപ്പേഴ്സിനോട് ചോദിച്ചാലും ഇന്ന് ഇവർ ഗമ കാണിച്ച് നടക്കുന്ന ഡെവിലിനെ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ഈ സാത്താനെ കണ്ട ഇവിടെ സാത്താൻ വർഷിപ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അവരെല്ലാം കരഞ്ഞ് നിലവിളിച്ച് കർത്താവേന്ന് വിളിക്കത്തേ ഉള്ളൂ, അല്ലേ? സത്യമായിട്ടും ഈ ലോകത്തിൽ ഒരു സൃഷ്ടിയും സൃഷ്ടിതാവിനെ അല്ലാതെ വേറെ ആരെയും നോക്കൂല എന്ന് ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് അവൻ രംഗത്തെത്തുന്നതേ ഇല്ല. അവൻ്റെ സുന്ദരനായ ഒരു പ്രോക്സിനെ മുമ്പിൽ നിർത്തിയിരിക്കുക. അവൻ്റെ പേരാണ് മാമോൻ. ഇപ്പൊ വിശ്വാസിക്കും അറിയാൻ മേലെ ആരെയാ വേണ്ടതെന്ന്. സാത്താനെ വേണോ ദൈവത്തെ വേണോ എന്ന് ചോദിച്ചാൽ ദൈവം എന്ന് പറഞ്ഞേനെ. പക്ഷെ ദൈവത്തെ വേണോ മാമോനെ വേണോ എന്ന് ചോദിക്കുമ്പം മാമോനെ വേണം. മാമോനെ ആര് കൊണ്ടുതരണം? ദൈവം കൊണ്ടുതരണം. അപ്പൊ ആരാ നമ്മുടെ യജമാനൻ? ആരെ സേവിക്കുന്നേ? ഒരു ആരെ സേവിക്കുന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായെന്ന് വിചാരിക്കാനേ പാടുള്ളൂ കേട്ടോ, യുദ്ധമൊന്നുമില്ല. അപ്പം ഈ അതിർത്തിയിലൊരു പട്ടാളക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനി പട്ടാളക്കാരനെ തടവുകാരനായിട്ട് പിടിച്ചു. എന്നിട്ട് അവൻ്റെ കമാൻഡറെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ കമാൻഡർ പറഞ്ഞു, ഓ മിടുക്കൻ, വെരി ഗുഡ്, നീ അവനെ വിളിച്ചുകൊണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അവൻ ഫോൺ ചെയ്തു, സാർ എന്താടാ? അവൻ എൻ്റെ കൂടെ വരുന്നില്ല സാർ എന്ന്. അപ്പോൾ കമാൻഡർ പറഞ്ഞു, അവൻ വരുന്നില്ലേ, എന്നൊരു കാര്യം ചെയ്ത് അവനെ വിട്ടിട്ട് നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചു, സാർ എന്താടാ? അവൻ എന്നെ വിടുന്നുമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ആരെ പിടിച്ചേക്കുന്നത്? ഇവൻ അവനെയാണോ അവൻ ഇവനെയാണോ? നമ്മൾ വിചാരിച്ചിരിക്കുന്ന പണം ഇതിനെല്ലാം നമ്മൾ പിടിച്ചിരിക്കുക, നമ്മുടെ ഇഷ്ടമാണെന്നാ. പക്ഷെ പണം നമ്മളെ ലോകം മുഴുവനിട്ട് ഓടിക്കാൻ ശക്തിയുള്ള സാധനമാണ്, അല്ലേ? ഈ ഖത്തറിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഖത്തറിലേക്ക് പോകും, അമേരിക്കയിലോട്ട് പോകാൻ പറഞ്ഞാൽ അമേരിക്കയിലോട്ട്. ആര് പറയണം? പണം പറയണം. പണം നമ്മളുടെ പറയാം കേരളത്തിലോട്ട് പോകും, അവിടെ വരുമാനം കേരളത്തിലോട്ട് പോകും. കാരണം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പണത്തിനുണ്ട്. പക്ഷെ പണത്തോട് നോ പറയാനുള്ള കഴിവ് നമുക്കുണ്ടോ ഓടിക്കാൻ? ആരാരെയാ പിടിച്ചേക്കുന്നത്? മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു യജമാനനെ സേവിക്കുള്ളൂ, മറ്റവനെ ദ്വേഷിക്കും.
അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അടുത്ത വാക്യം, 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റാത്തത് കൊണ്ട് 25-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ട് പറയുന്നു? 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ത് പറയുന്നു? എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? 2 യജമാനന്മാരെ സേവിക്കും. അത് നടക്കുകയല്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നാളെ എങ്ങനെ നടക്കും, നാളെ എന്ത് ചെയ്യും, എൻ്റെ പിള്ളേരുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? നിങ്ങൾ ദൈവത്തെ അല്ല, നിങ്ങൾ ആരെ സേവിക്കാൻ പോവാ? മാമോനെ സേവിക്കാൻ പോവാ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഉപജീവന ചിന്തകൾ, എങ്ങനെ ജീവിക്കും, എന്ത് കഴിക്കും, എന്ത് ഉടുക്കും എന്നുള്ള ചിന്തകൾ ഒരിക്കലും നമ്മളെ ഭാരപ്പെടുത്താൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം പോലും ആകുന്നത് ശരിയല്ല. ഓക്കെ, ഇതേ വാക്യം മുൻപോട്ട് വരുമ്പോൾ 31-ാം വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. നമ്മൾ അവിടെ തുടങ്ങിയത് അല്ലേ? ദൈവം എല്ലാം അറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഈ ദൈവം നമ്മുടെ ജീവന ഭയം, 2 ഭയങ്ങളാണ്. ഇന്നലെ നമ്മൾ കണ്ടത് മരിക്കുമോ എന്നുള്ള പേടി, മരണഭയത്തെ തോപ്പിക്കുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ജീവനെ പേടി, ജീവന ഭയം. എങ്ങനെ ജീവിക്കും എന്നുള്ള ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ ഭയത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചോളാനാ. അതായത് അവൻ പിതാവിനെ പോലെയാണ്. അപ്പൊ നമ്മൾ ആരെ പോലെ ആയിരിക്കണം? മക്കളെ പോലെ ആയിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 5 വയസ്സ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, 5-ാം ക്ലാസ്സിൽ നിന്ന് 6-ാം ക്ലാസ്സിലോട്ട് ജയിച്ച സമയം. അപ്പം ഞങ്ങൾ ഹൈ റേഞ്ചിലാണ്, ഇടുക്കിയിലാണ് ആ സമയത്ത്. അപ്പം ഞങ്ങൾക്ക് ഇടുക്കിയിൽ അന്ന് ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നിങ്ങൾ എത്ര പേര് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇഞ്ചി കൃഷി ചെയ്യാൻ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാന്ന് പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ആഘോഷമായിട്ടാണ് ഇഞ്ചി കൃഷി നടത്തുന്നത്. ഒരു ചെറിയ മണ്ണും കൊണ്ട് ഇങ്ങനെ ചെറിയ എന്താ പറയുന്നതിന് തടമെടുത്ത് ഒരു ചെറിയ തൂമ്പ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം ഓരോ കുഴിയിലും വെച്ച് ഒരു ഇത്തിരി എല്ലുപൊടി അതിൻ്റെ മുകളിലിട്ട് പിന്നെ ഉണങ്ങിയ ചാണകം അതിൻ്റെ മുകളിൽ വെച്ച് പിന്നെ മണ്ണ് മൂടുക. ഇത്രയും പണിയുള്ളൂ. അപ്പം ഞങ്ങളുടെ കയ്യിൽ എല്ലുപൊടി കാണും, ഒന്നുകിൽ ഇഞ്ചി വിത്ത് കാണും. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. മെയ് മാസമാണ് പരിപാടി കൃഷി നടക്കുന്നത്. മെയ് മാസത്തിലൊരു മഴയുണ്ട്. അത് കഴിയുമ്പോഴാണ് ഈ കപ്പ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ മെയ് ആണ്, 5-ാം ക്ലാസ് കഴിഞ്ഞ് 6-ാം ക്ലാസ് ജൂണേ തുറക്കുള്ളൂ. ഫുൾ അവധിയാണ്. കുറേ നേരം ഈ ഇഞ്ചി വിത്ത് വെച്ച് കഴിയുമ്പോൾ അപ്പം പറയും, പോടാ പോയിരുന്ന് പഠിക്കടാ എന്ന് പറയും. എന്ത് പഠിക്കാൻ? 5-ാം ക്ലാസ്സിൽ നിന്ന് പാസ്. 5-ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായപ്പോഴേ 6-ാം ക്ലാസ്സിന്റെ പുസ്തകം മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ തടിയനായി മാറിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഒരു പണിയും ചെയ്തിട്ടില്ല. പണി ചെയ്യാൻ അപ്പനും അമ്മയും സമ്മതിച്ചിട്ടില്ല. ചെറുപ്പകാലം തൊട്ട് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അപ്പനോട് പറയാ, എൻ്റെ അപ്പൻ എന്നോട് ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, പഠിക്കുക. ഒരു പണിയും ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ അപ്പനോട് പറയാ, അപ്പാ ഞാൻ ഈ ഇഞ്ചി കൃഷി നടത്തിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അതായത് ഞാൻ ഈ എല്ലുപൊടിയോടെ ഇട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ അപ്പനോട് ചോദിച്ചാൽ അപ്പൻ എന്ത് പറയും? എടാ, നീ ഈ പണി ചെയ്തിട്ടാണോ നമ്മളിവിടെ ജീവിക്കുന്നേ? കയറി പോടാന്ന് പറയത്തില്ലേ? പറയോ ഇല്ലയോ? പറയും. പക്ഷെ അതേസമയത്ത് എനിക്ക് അപ്പനില്ലെങ്കിലോ ഞാൻ അവിടെ ഇഞ്ചി കൃഷി ചെയ്യേണ്ടി വരും, മറ്റു പറമ്പിലും പോയി കൃഷി ചെയ്യേണ്ടി വരും അല്ലേ? ഇവിടെ കർത്താവ് പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കൊരു അപ്പനുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നാളെ ഇതെങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇതൊക്കെ തരാൻ കഴിവുള്ള ഒരു അപ്പൻ നിങ്ങൾക്ക് ഉണ്ട്. ഇത് ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. ഞങ്ങളുടെ മിഷണറി ലൈഫിൽ പല സമയത്ത് ഞങ്ങളിത് മറന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭാര്യ ഉണ്ടോന്ന് പറഞ്ഞു, മിഷൻ ലൈഫിൽ ആന്ധ്രയിൽ വെച്ച് എല്ലാം തീർന്നു കേട്ടോ, അരി എല്ലാം. ഞാൻ പറഞ്ഞു, ആണോ? ഉച്ച വരെ ഉള്ളതേ ഉള്ളൂ. എന്തൊക്കെ തീർന്നു? അരിയില്ല, വാടക കൊടുക്കേണ്ട ഡേറ്റായി, മുളകില്ല, ഉപ്പില്ല, ടൂത്ത് പേസ്റ്റ് ഇല്ല, പിന്നെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, സോപ്പ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉച്ച വരെ ഉണ്ടല്ലോ, നമ്മുടെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഉച്ച വരെ ഉള്ളുണ്ട്. എന്നാ പിന്നെ നോക്കാം എന്ന് പറഞ്ഞു. 12 പേരാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. ഏറ്റവും ഇളയതിന് 1.25 വയസ്സുള്ളൂ. ഒരു 7 മണിയായി 8 മണിയായി, ഒരു അനക്കവും ഇല്ല. ഞാൻ ഇപ്പൊ കർത്താവിന് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നോട് ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ, സമ്പത്ത് വേണ്ട, വീടുണ്ടാക്കാൻ പോകുന്നില്ല, അസറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല, പക്ഷെ അനുദിനം ഉള്ള ആഹാരം നീ തരാമെന്ന് എനിക്ക് വാഗ്ദത്തം പറഞ്ഞായിരുന്നു. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പിറുപിറുപ്പിന് അതിന്റെ പേരാണ് പിറുപിറുപ്പ്, സംശയം.
8 മണിയായപ്പോൾ ഒരു കാറ് വന്ന് ഞങ്ങളുടെ വീടിന് മുമ്പിൽ നിന്നു. ആ കാറിന്റെ ഡിക്കി തുറന്ന ഒരാൾ 25 കിലോ ചാക്ക് അരി എടുത്തുകൊണ്ട് വെച്ച്. നോർമൽ, നോ മിറക്കിൾ. അടുത്ത് വരുന്ന സാധനം ഒരു പാക്കറ്റ് ഉപ്പ്. അത് ദാറ്റ് വാസ് എ മിറക്കിൾ. കാരണം 7 രൂപയുള്ളൂ. അപ്പോൾ ഒരാൾ കഷ്ടപ്പെട്ട് 1 കിലോ ഉപ്പ് മേടിക്കണമെങ്കിൽ ആരോ പറഞ്ഞിട്ടുണ്ട് അത് മേടിക്കാൻ. ഒരു പാക്കറ്റ് മുളക് പൊടി, ഒരു ബാത്തിങ് സോപ്പ് മെഡിമിക്സ് ചെറുതൊരെണ്ണം, ഒരു ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഞങ്ങൾ ചോദിക്കാത്തൊരു സാധനം ഉണ്ടായിരുന്നു, തൈരുമുളക് ഒരു പാക്കറ്റ്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല. കർത്താവിനോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, നിന്റെ ഓരോരോ പാത്രത്തിലും എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയാം. അങ്ങനെ അറിയാവുന്നൊരു ദൈവമാണ് നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഭാരപ്പെടരുത്. ഇതെല്ലാം തക്ക സമയത്ത് തരാൻ ദൈവത്തിന് സാധിക്കും. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ നിലവിളിക്കരുത്, ഉത്കണ്ഠയിൽ നിന്ന് പ്രാർത്ഥിക്കരുത്, വീണ്ടും വീണ്ടും അയ്യോ അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. കാരണം നിങ്ങൾക്കൊരു പിതാവ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഒരു വലിയ രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകൾ, പിതാവുള്ള മക്കൾ എന്തിനു വേണ്ടി കരയുന്നോ അതിനു വേണ്ടിയേ കരയാവൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബാക്കിയെല്ലാം ഒരു ട്രസ്റ്റാണ്. ദൈവം എന്നെ നടത്തിക്കോളും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി. കാരണം ദൈവം തരുമെന്നുള്ളൊരു ബോധ്യം ഇന്നേ വരെ തന്നിട്ടുണ്ട്. ആവശ്യമുള്ളത് തന്നില്ലെങ്കിൽ വേണ്ട. ദൈവത്തിന് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ, അല്ലേ? ചില ആൾക്കാർ പള്ളി പണിയാൻ വേണ്ടി പിരിവെടുക്കുന്നതാണ്. പള്ളി പണിയാൻ വേണ്ടി പിരിവ്. എനിക്കിത് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് പള്ളി പണിയണമെങ്കിൽ ദൈവം പൈസ തന്നോളൂ അല്ലേ? നമ്മൾ ദൈവത്തിന് വേണ്ടി പിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ആവശ്യമില്ല. ദൈവത്തിന് അറിയാം, അവന് ശക്തിയുണ്ട്, അവൻ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം എന്താണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതാണ് നമ്മുടെ വിഷയം. പ്രാർത്ഥിക്കാൻ ഒത്തിരി വിഷയങ്ങൾ ആവശ്യമാണ്, അല്ലേ? കർത്താവ് പറഞ്ഞേക്കുന്ന ആത്മാവിന് എത്ര വേണേലും ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതും മുട്ട് അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾ തുറക്കപ്പെടും, ഇടപെടാതെ പ്രാർത്ഥിക്കുക. കർത്താവേ, നീ ജീവിച്ച പോലെ ഈ നാട്ടിൽ ജീവിക്കാൻ നിന്റെ ആത്മാവിന്റെ സമൃദ്ധി എനിക്ക് നീ നൽകണമേ. അതെത്ര പ്രാർത്ഥിച്ചാലും കർത്താവിന് ഇഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മളുടെ ആത്മാവിന്റെ നിറവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആഗ്രഹം സ്വർഗത്തിലേക്കാകുമ്പോൾ, അതിന്റെ നീതിയെക്കുറിച്ചാകുമ്പോൾ, നമുക്ക് ഈ ലോകത്ത് ആവശ്യമുള്ള ദൈവം തന്നോളൂ, അതിനെക്കുറിച്ച് നോക്കണ്ട, തരുന്നില്ല എന്നൊക്കെയുള്ള ദൈവത്തിന്റെ കാര്യം. പക്ഷെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഞരക്കങ്ങൾ യേശുവിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, അതിന്റെ നീതിയിലേക്ക് ആകണം. ഓക്കെ, നമുക്ക് പ്രാർത്ഥനയുടെ ഒരു ചെറിയ സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നു. നമുക്കത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു പ്രാർത്ഥന. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പം അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ എന്ത് വേണം? അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. വായിച്ചത്, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ. അപ്പം അകത്തെ മനുഷ്യൻ ശക്തനാകണമെങ്കിൽ ആത്മാവിനല്ലേ പറ്റുള്ളൂ. അത് ഏത് ധനത്താലേ പറ്റുള്ളൂ? യേശുവിന്റെ മഹത്വത്തിന്റെ ധനത്താലേ പറ്റുള്ളൂ. ഓക്കെ, എന്തായിരുന്നു യേശുവിന്റെ മഹത്വത്തിന്റെ ധനം? അത് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ശക്തമാക്കുന്ന എന്താണ്? ഇപ്പൊ ചേസ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്താ എന്റെ ശക്തി? അല്ലെ, എന്റെ കാര്യം വിട്ടേരെ, നിങ്ങളുടെ കാര്യം നോക്കി, നിങ്ങളൊന്ന് കണ്ണാടി നോക്കി ഇന്നുമായിട്ട് വീട്ടിൽ പോയിട്ട്, ഞാൻ ആരാണ്? എന്നെ ആളുകൾ എന്ത് കാരണത്താലാണ് അംഗീകരിക്കുന്നത്? അതാണ് ഈ പുറം മനുഷ്യൻ. വിദ്യാഭ്യാസം, അല്ലേ? ഈ ലോകത്തെ പുറം മനുഷ്യൻ ശക്തനാണ്. എന്തെല്ലാം വേണം? നല്ല വിദ്യാഭ്യാസം വേണം, പിന്നെ പണം, പിന്നെ സൗന്ദര്യം, പിന്നെ എന്താ കേട്ടില്ല? പൊസിഷൻ, പദവി. പിന്നെ ഒരു വലിയ കാര്യം, അത് തന്നെ കുടുംബമഹിമ. അത് നമ്മൾ വിടുന്ന കേസല്ല. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വരുന്നവർക്ക് കുടുംബമഹിമ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആകാശവും ഭൂമിയും പോലും. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ എന്താകുന്നത്? ഈ ഞാനാകുന്നത്. ഈ മഹത്വം എല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പറക്കാം. എവിടെ നിന്ന് കിട്ടുന്ന? ആത്മാവിൽ നിന്ന് വരുന്നതല്ല. ഇതെല്ലാം നമ്മൾ കഠിനാധ്വാനത്താലും പിന്നെ ഭാഗ്യത്താലും, അല്ലേ? നമുക്ക് കുടുംബമഹിമ എങ്ങനെ ഉണ്ടായത്? നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണോ? അല്ല, ഭാഗ്യം. ബാക്കി സാധനങ്ങളെല്ലാം, ഈ പുറം മനുഷ്യന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് എങ്ങനെ വരുന്നേ? ഈ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. ആത്മാവിൽ നിന്നല്ല അത് വരുന്നത്,
പ്രാണനിൽ നിന്നും ശരീരത്തിൽ നിന്നുമാണ് അത് വരുന്നത്. ഈ മഹത്വം എല്ലാം താൽക്കാലികമാണ്. പുറമേ നിന്ന് വരുന്നതും കാണുന്നതുമായ എല്ലാ മഹത്വവും താൽക്കാലികമാണ്. എന്നാൽ യേശുവിന്റെ മഹത്വം എന്താണെന്നറിയോ? ആ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവ് നമ്മുടെ ഹൃദയത്തെ സമ്പന്നമാക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനാകുന്നത്. അപ്പൊ യേശുവിനുണ്ടായിരുന്ന മഹത്വം എന്തായിരുന്നു? നമുക്ക് നോക്കാം. യേശു സ്വർഗത്തിലിരിക്കുമ്പോൾ അവൻ വളരെ മഹത്വമുള്ളവനായ പുത്രനായിരുന്നു. ദൂതന്മാർ അവനെ ആരാധിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന ആരെയാ? കർത്താവായ യേശു ക്രിസ്തുവിനെയാ. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അപ്പൊ യേശു ക്രിസ്തു അത്ര ആരാധ്യനായി സ്വർഗത്തിലിരുന്ന കർത്താവ് അതേ തേജസ്സോടെ ഈ ഭൂമിയിൽ വന്ന് ഇറങ്ങി ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരാൾ പോലും കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റില്ലായിരുന്നു. പറ്റുമായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എല്ലാം ബോധം കിട്ടുപോയനെ. അതുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനൊരു ചെറിയ മാറ്റം ആ തേജസ്സിൽ വരുത്തി. അതെന്താ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടോ? തേജസ്, മഹത്വം എങ്ങനെ കണ്ടു? പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ യേശു വന്നപ്പോ ഭയങ്കര തേജസ്സോടെയാണോ വന്നത്? അല്ല. ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിക്കാം. അത് 14. ദ വേർഡ് ബിക്കെയിം ഫ്ലെഷ്, വചനം ജഡമായി തീർന്നു, ആൻഡ് ഡ്വെൽറ്റ് എമംഗ് us, നമ്മുടെ ഇടയിൽ പാർത്തു, ആൻഡ് വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി, ഞങ്ങൾ അവന്റെ തേജസ്സിനെ കണ്ടു, ദ ഗ്ലോറി ആസ് ഓഫ് ദ ഓൺലി ബിഗോട്ടൻ ഓഫ് ദ ഫാദർ, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. എങ്ങനെയാ കണ്ടത് ആ തേജസ്സിനെ? എങ്ങനെയാ കണ്ടത്? കൃപയും സത്യവും നിറഞ്ഞതായി കണ്ടു. അപ്പൊ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വർഗീയ തേജസ്സിനെ അവൻ എങ്ങനെ മാറ്റി? കൃപയും സത്യവുമാക്കി മാറ്റിയിട്ടാണ് വരുന്നത്. എന്താ കൃപ എന്ന് പറഞ്ഞ? പെട്ടെന്ന് പറഞ്ഞു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന. അങ്ങനെയാണെങ്കിൽ യേശുവിൽ എന്ത് നിറഞ്ഞിരിക്കുമായിരുന്നു? അർഹതയില്ലാത്ത ദാനങ്ങൾ. യേശുവിൽ അർഹതയില്ലാത്ത അപ്രൂവൽ നിറഞ്ഞിരിക്കുമായിരുന്നോ? ആയിരുന്നോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ പാട്ടുകളെല്ലാം കഴിഞ്ഞ രാവിലെ നല്ല പാട്ടുകൾ കേട്ടല്ലോ. എന്ത് കൃപയായിരുന്നല്ലേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്ത് അർഹതയില്ലാത്ത ദാനമായിരുന്നല്ലേ? അങ്ങനെയാണോ? ആണോ? ആ മനുഷ്യന്റെ സംസാരം എത്ര കൃപയുള്ള വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്ത് അർഹതയില്ലാത്ത ദാനമുള്ള, എന്ത് അർഹതയില്ലാത്ത അംഗീകാരമുള്ള സംസാരം എന്നാണ് ഉദ്ദേശിച്ചത്. ആണോ? അല്ലയോ? അല്ലല്ലേ? അപ്പൊ വേറെ എന്തോ ഒരു അർത്ഥം ഉണ്ടല്ലേ. അപ്പൊ കൃപയ്ക്ക് ബൈബിളിൽ 3 അർത്ഥങ്ങളുണ്ട്. ഡിക്ഷണറി നോക്കിയാൽ പ്രധാനമായിട്ടും പറയുന്ന അർത്ഥം എന്താണെന്നറിയോ? ഗ്രേസ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എന്ത് ഗ്രേസാ ആളുടെ മുഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത് അർഹതയില്ലാത്ത. അങ്ങനെയാണോ പറയുന്നത്? യേശുവിൽ കൃപ നിറഞ്ഞിരിക്കുവായിരുന്നു പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? യേശുവിൽ അർഹതയില്ലാത്ത അംഗീകാരങ്ങൾ നിറഞ്ഞിരിക്കുവായിരുന്നു. ആണോ? കൃപ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിക്ഷണറി മീനിങ് നിങ്ങൾ നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ഡിക്ഷണറി പോയി നോക്കിയാൽ മതി, ഇന്റർനെറ്റിൽ പോയി നോക്കിയാലും മതി. ഗ്രേസ് എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിലും നടപ്പിലും എല്ലാമുള്ള ഒരു ആകർഷകത്വമാണ്, ഒരു തേജസ്. അതായത് ഒരു നമ്മളെ ആകർഷിക്കാനൊരു കഴിവ്, ഒരു പ്ലീസിങ്. ശരിക്കും അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: ഗ്രേസ് ഇസ് എ ക്വാളിറ്റി ദാറ്റ് മേക്സ് സംതിങ് അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലീസിങ്. നമുക്കത് കാണുമ്പോൾ ഒരു ഭയങ്കര ആനന്ദം ഉണ്ടാക്കുന്നത്. ചിലരുടെ ചിരി കാണുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാകും, നല്ല ചിരി എന്ന് പറയും. കാരണം അതൊരു ഹൃദയം തുറന്ന ചിരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൃദയം തുറന്ന ചിരി കാണുന്ന രസമാണ് അല്ലെ? വക്രിച്ച ചിരികളെക്കാളും കളിപ്പിക്കുന്ന ചിരികളെക്കാളും രസമാണ് എന്തിന്? ഹൃദയം തുറന്ന ചിരി. അപ്പൊ ചില മുഖങ്ങളിൽ ഈ ഗ്രേസ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം, ഒരാളെ കാണാൻ വേണ്ടിയാ. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര തിരക്കാ. അപ്പൊ ഞങ്ങളിങ്ങനെ തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു മിഷണറി പുള്ളി പറഞ്ഞു, ദേ ആ ഗേറ്റ് തുറന്ന് നടന്നു വരുന്ന 3-ാമത്തെ അവനാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ അറിയാം? നമ്മൾ ഇതുവരെ മുമ്പ് കണ്ടിട്ടില്ലോ. മീശ ഉണ്ട് താനും, വെള്ള ഷർട്ടല്ല ടീഷർട്ടാ. ഇതെങ്ങനെ മനസ്സിലായി? പുള്ളി നിങ്ങൾ നോക്കിക്കോ, ആള് തന്നെയാണ്. അടുത്ത് വന്നപ്പോൾ ആള് തന്നെയാ. ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ പുള്ളി പറയാ, അയാളുടെ മുഖം നോക്കി അറിയാൻ മേലെ, അയാളുടെ മുഖത്തൊരു തേജസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ, സത്യമായിരുന്നു. ഇത്
യേശുവിന്റെ തേജസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു. ഒരു മനുഷ്യനും അവനെ വിട്ടുപോകാൻ തോന്നാത്ത പോലെ 2 ദിവസമായാലും 3 ദിവസമായാലും അവന്റെ വചനം അങ്ങ് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്റെ വചനം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കൂല, കാരണം എനിക്ക് ആ കൃപയില്ല. യേശു അങ്ങനെയായിരുന്നു. യേശു വാസ് ഫുൾ ഓഫ് ഗ്രേസ്. ഫുൾ ഓഫ് ഗ്രേസ് മാത്രമല്ല, അവൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. ട്രൂത്തും കറക്റ്റ്നെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ അതിനു വേണ്ടി പറഞ്ഞായിരുന്നു. ഈ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും അതിനൊരു പശ്ചാത്തലമുണ്ട്. ഒരു പശ്ചാത്തലത്തിൽ അത് ശരി അല്ലെ. ഇവിടെ വരുമ്പോൾ നിങ്ങളെ പുകഴ്ത്തി പറയുന്നത് ശരി, അപ്പുറത്ത് ചെല്ലുമ്പോൾ അപ്പുറത്തുള്ളവരെ പുകഴ്ത്തി പറയുന്നത് ശരി. സത്യം എന്താ? ഇന്ന് ഈ ഭൂമിയിൽ മൊത്തം ഈ ശരികളുടെ കാലമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് 1995 ജനുവരി മാസം 1-ാം തീയതി ദ ഹിന്ദു പത്രത്തിൽ അന്ന് ഒരു ഫോളിയോ എന്ന് പറഞ്ഞൊരു ആർട്ട് സെക്ഷൻ കൊടുക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ അന്ന് വന്നൊരു ആർട്ടിക്കിൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു തമിഴ്നാട്ടിൽ മദ്രാസിൽ കണ്ടൊരു ബ്രാഹ്മൺ പെൺകുട്ടി, അവളുടെ വീട്ടിലെ നോൺ വെജിറ്റേറിയന്റെ കാര്യം ആരെങ്കിലും പറഞ്ഞോളൂ അപ്പൊ തന്നെ വൊമിറ്റ് ചെയ്യും, സെക്കൻഡിൽ വൊമിറ്റ് ചെയ്യും. ഭയങ്കര ഇറിറ്റേഷനാ. പക്ഷെ കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് ബീഫും ചിക്കനും എല്ലാം കഴിക്കും, നോ പ്രോബ്ലം. ഇത് മനഃപൂർവ്വമല്ല, അഭിനയമല്ല, അങ്ങനെയാണ്. കാരണം എവിടെയാണോ നമ്മൾ ഫിറ്റ് ആകുന്നത് അവിടെ ബെസ്റ്റ് ആവുക, അതാണ്. അവിടെ അത് ശരി, ഇവിടെ ഇത് ശരി. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ടീച്ചർമാർ ചോദിക്കുമ്പം പരിണാമം, അത് ശരി, അവിടെ 2 മാർക്ക്. സൺഡേ സ്കൂളിൽ ചോദിക്കുമ്പം ദൈവം സൃഷ്ടിച്ചത്, അവിടെ 2 മാർക്ക്. അവിടെ അത് ശരി, ഇവിടെ ഇത് ശരി. സത്യം. പക്ഷെ യേശു പറഞ്ഞതെല്ലാം സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ടൈം കൊണ്ട് മാറാൻ പറ്റാത്തതിനാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് സത്യമായത് മാത്രം തിരഞ്ഞെടുക്കുകയും സത്യം മാത്രം പറയുകയും, ശരികളല്ല, താൽക്കാലിക ശരികളല്ല, പെർമനന്റ് സത്യങ്ങൾ മാത്രം. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പറയുന്നത് സത്യമാണ്, അത് നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ ശരിയറിഞ്ഞല്ല നിങ്ങൾ രക്ഷപ്പെടുന്നത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ആ സത്യം പറയുന്ന ആൾക്ക് ഭയങ്കര കൃപയായിരുന്നത് കൊണ്ട് ഏത് കൊച്ചിനും യേശുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലാൻ കഴിയുമായിരുന്നു. ഈ കൃപയും സത്യവുമാണ്. സത്യം എന്തിനെ കാണിക്കുന്നു? അവന്റെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്, ഇറ്റേണിറ്റിയാണ് കാണിക്കുന്നത്. കാരണം അലീത്യ എന്നുള്ള ഗ്രീക്ക് വാക്ക് സമയം കൊണ്ട് മാറാത്തത് എന്നാണ് സൂചിപ്പിക്കുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ അവന്റെ മനോഹരത്വമാണ്. ഇത് രണ്ടും കൂടെ ഈ ശിഷ്യന്മാർ എപ്പോഴും കണ്ടോണ്ടിരിക്കുക. അവർ പറയാ, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് ഞങ്ങൾ കണ്ടത് എങ്ങനെയാണ്? ഈ കൃപയാലാണ്. 16-ാം വാക്യം നോക്കിയേ. അവന്റെ കൃപയുടെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശുവിന്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ യേശു സംസാരിച്ച രീതി, യേശു ഓരോ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി അല്ലെ. പണ്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു, കൊസുക്കി കൊയാമ എന്ന് പറഞ്ഞൊരു ജപ്പാൻ തിയോളജിയൻ എഴുതിയൊരു ബുക്ക്. എന്റെ പേര് 3 മൈൽ ആൻ അവർ ഗോഡ് എന്ന. 3 മൈൽ ആൻ അവർ ഗോഡ്. ഞാനിതിന്റെ ബുക്കിന്റെ കവർ മാത്രമേ കണ്ടിട്ടുള്ളൂ, മറിച്ചു പോലും നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ ലൈബ്രറിയിൽ ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ആലോചിക്കുന്നത്, എന്താ ഈ 3 മൈൽ ആൻ അവർ ഗോഡ്, 100 മൈൽ ആൻ അവർ കാറ് അല്ലെ, 800 മൈൽസ് കിലോമീറ്റേഴ്സ് പെർ അവർ എയറോപ്ലെയിൻ. പക്ഷെ ദൈവത്തിന്റെ സ്പീഡ് പറയാണ് എന്താ? 3 മൈൽ പെർ മണിക്കൂർ. എന്താ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, 1 മണിക്കൂറിൽ 3 മൈൽ പോകുന്നത് എന്താ? 1 മണിക്കൂറിൽ 3 മൈൽ പോകുന്ന ആരാ? മനുഷ്യന്റെ സ്വാഭാവികമായ നടത്തത്തിന്റെ സ്പീഡാണ് അല്ലെ. നമ്മൾ സ്വാഭാവിക സ്പീഡിൽ നടന്നാൽ 1 മണിക്കൂറിൽ 3 മൈൽ പോകും, അല്ലെ 5-5.5 കിലോമീറ്റർ പോകും. അതാണ് നമ്മുടെ സ്പീഡ്. ദൈവത്തിന്റെ സ്പീഡ് അത് തന്നെയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം ആരുടെ സ്പീഡിൽ നടക്കുന്നു? നമ്മുടെ സ്പീഡിൽ നടക്കുന്നു. എന്തുകൊണ്ട് നടക്കുന്ന അറിയോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സ്പീഡിൽ കുഞ്ഞ് നടക്കുവാണോ, കുഞ്ഞിന്റെ സ്പീഡിൽ നമ്മൾ നടക്കുവാണോ? എങ്ങനെയാ? അപ്പൊ ദൈവം ചില പ്രശ്നങ്ങൾ നമ്മളെ പറത്തിക്കൊണ്ട് പോകാത്തത് എന്താ? ദൈവം നമ്മളെ കൈപിടിച്ചുകൊണ്ട് പറയും, നീ നടക്കുന്ന പുറകെ ഞാൻ നടക്കാം, ഞാൻ പോകുന്ന സ്പീഡിൽ നീ വരണ്ട. എന്താ കാരണം? യേശു എങ്ങനെയാണ് ഇതിന് ഓരോന്നിനെ അതിജീവിച്ചതെന്ന് ഞാൻ പഠിച്ചു വരുമ്പം എൻ്റെ രീതികളിൽ, എൻ്റെ മുഖഭാവത്തിൽ, എൻ്റെ സ്നേഹത്തിലെല്ലാം യേശുവിൻ്റെ ഒരു സ്റ്റാമ്പ് പതുക്കെ കാണാൻ തുടങ്ങും. അത് ഞാൻ ഈ കൃപ എന്ന് പറയുന്നത്. ദീർഘനാൾ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നവര്, പക്ഷെ പുറമേ അവന്റെ ദേഹം ക്ഷയിച്ച് വന്നാലും യകമേ ഈ കൃപ വർദ്ധിക്കും. എന്താ കൃപ? ആ തേജസിന്റെ ഇക്വലന്റ് ആണ് കൃപ. അവസാനം കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം കൃപ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്കൊരു തേജസ്സായി, പ്രകാശമായി അല്ലെ, വലിയ ഗ്ലോറിയിലേക്ക് നമ്മൾ പോകും. ഈ മഹത്വം, യേശു തിരഞ്ഞെടുക്കുന്ന ആ ലൈഫിന്റെ മഹത്വം, ലോകത്തെ റിജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മഹത്വം, ആളുകളാൽ നിന്ദിക്കപ്പെടുമ്പോൾ കിട്ടുന്ന മഹത്വം, പിതാവിനാൽ അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന മഹത്വം,
ആ മഹത്വത്തിന്റെ ധനമാണ് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്. യേശു എന്തൊക്കെയാണോ ഈ ലോകത്ത് തെരഞ്ഞെടുത്തത്, ആ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത്. നമ്മൾ ഏത് മനുഷ്യനെ ബലപ്പെടുത്താൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഉപവാസ പ്രാർത്ഥന എന്തിനാ എടുക്കുന്നത്? പ്രവാചകന്മാർ എന്താ എന്ന് പറയുന്നത്? പുറം മനുഷ്യനോടാണോ അകം മനുഷ്യനോടാണോ സംസാരിക്കുന്നത്? നിങ്ങൾ ശോധന ചെയ്താൽ മതി. അടുത്ത വാക്യം വായിച്ചോ, എഫേസ്യ ലേഖനം 3:17. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് എഫേസ്യ ലേഖനം 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. നമുക്കൊരു കാര്യം അറിയാം, സർവകാലവും സർവ്വലോകത്തിനു മുമ്പേ നമ്മളെ കർത്താവിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ഇങ്ങനെയാണ്, ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മൾ എവിടെയുണ്ട്? ക്രിസ്തുവിലുണ്ട്. ഇത് വിശ്വാസത്താലല്ല, ഇത് കൃപയാലാ. നമുക്ക് ഒരു പിടിയില്ലായിരുന്നു, വിശ്വസിക്കാനുള്ള കഴിവില്ലായിരുന്നു, ജനിച്ചിട്ടില്ലായിരുന്നു, നമുക്കൊന്നും അറിവില്ലായിരുന്നു, ഭൂമി പോലും ഉണ്ടായിട്ടില്ലായിരുന്നു, സമയം പോലും ഉണ്ടായിട്ടില്ലായിരുന്നു. ആ സമയത്ത് ദൈവം നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്നാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന എപ്പോ തൊട്ടാ? അതിനൊരു ടൈമുണ്ട്. നമ്മൾ എപ്പോൾ വിശ്വസിക്കുന്നോ അപ്പോൾ തൊട്ടാ. അപ്പൊ ക്രിസ്തു നമ്മളിൽ വസിക്കേണ്ടതിന്, ആ വാക്യം ഒന്ന് വായിച്ചേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന്. അപ്പം ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറഞ്ഞേ. പിന്നെ എന്തിനാ ഈ വരം നൽകാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നേ? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ലേ? ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടാവാം, പക്ഷെ വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രശ്നം. രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ചു നേരം കാണും, പിന്നെ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണും, ചർച്ച വന്നിരിക്കുന്ന സമയത്ത് കാണും. അല്ലാത്ത സമയത്ത് ആരാ ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാല് ഡൈനിങ് റൂമിൽ ഇരിക്കുന്നു, ചായ കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു, പോകുന്നു, അല്ലേ? ഇത്രേ പറ്റുള്ളൂ. കാരണം ഞാൻ വസിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? വിസിറ്റ് ചെയ്യുന്നുള്ളൂ. വസിക്കുവാണെങ്കിലോ എല്ലാ മുറിയിലും ഞാൻ ചിലപ്പം കയറുന്നുണ്ട്. കാരണം അത് വസിക്കുന്നതിന്റെ പ്രത്യേകത. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാണെങ്കിലോ നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ ഉള്ളറയിലും ആരായിരിക്കും? കർത്താവായിരിക്കും. അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും യേശു നമുക്ക് പകരക്കാരനായി വരുന്നത് വിശ്വാസത്താലാണ്. അത് ഓരോ സമയത്തും നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ട ഫെയ്ത്താണ്. നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും കർത്താവ് നമുക്ക് രാജാവായി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയിൽ അവന്റെ രാജത്വം, അവന്റെ വാസം നമ്മളിൽ ഓരോ മുറിയിലും, ഹൃദയത്തിന്റെ ഓരോ മുറിയിലും കർത്താവ് അധികാരമുള്ളവനായിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അടുത്ത വാക്യം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ സ്നേഹം എന്ന് പറയുന്നത്. യോഹന്നാന്റെ ലേഖനങ്ങളും സുവിശേഷവും നിങ്ങൾ വായിച്ചാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രബോധനം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ വന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്. ഏറ്റവും പ്രായമായ അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. അതുപോലെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനായിരുന്നോ യോഹന്നാൻ? ആയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ആയിരുന്നോ? യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരായിരുന്നു? പറ. ആയിരുന്നോ? നോ. ആർക്ക് പറയാം? യോഹന്നാനല്ല. ആർക്ക് പറയാം? നോ. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ സത്യം തുറന്നു പറയാം, അത് ഞാനാ. ഈ യോഹന്നാനെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്ന് ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? യോഹന്നാന്റെ പുസ്തകത്തിലാണ് ഉള്ളത്. ഞാനൊരു പുസ്തകം എഴുതിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്നെന്ന് എഴുതിയാണ്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോഹന്നാൻ നോക്കുമ്പം പത്രോസിനെയൊക്കെ സ്നേഹിക്കാൻ യേശുവിന് പാടുന്നില്ല. നല്ല പത്രോസ്, അങ്ങനെയല്ലേ നമ്മൾ എല്ലാവരെയും കാണുന്നത്. യോഹന്നാൻ സ്വയം നോക്കുമ്പോൾ എന്നെ പോലും ഒരുത്തിനെ 10,000 ഇളച്ചു കിട്ടിയവനാ കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പൊ യോഹന്നാൻ അറിയാം, എന്നെ യേശു സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആഴമുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാ എന്നെ പിടിച്ചത് എന്ന് യോഹന്നാൻ അറിയാം. അപ്പൊ പിന്നെ ഞാനല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട ആള്? യോഹന്നാനെ സ്നേഹിക്കുന്നതിനേക്കാളും പാട് ആരെ സ്നേഹിക്കാൻ?
അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആരെ? ആ പദവി മാത്രം ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. അപ്പൊ പക്ഷെ യോഹന്നാൻ ഇത് പറയാൻ കാരണം യേശുവിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളെന്ന് വേണമെങ്കിൽ നമുക്ക് യോഹന്നാനെ കുറിച്ച് പറയാം. നമ്മൾ അടുത്തടുത്ത് ചെല്ലുന്തോറും അത് കൂടുതൽ കൂടുതൽ അനുഭവിക്കും. പാപബോധം കൂടുന്തോറും യേശുവിന്റെ സ്നേഹം കൂടുതൽ കൂടുതൽ അവനെ അനുഭവിക്കും. കാരണം നമ്മൾ എപ്പോൾ ബലഹീനരായി നമുക്ക് മനസ്സിലാകുന്നോ അപ്പോൾ ദൈവത്തിന്റെ കൃപ, അവന്റെ സ്നേഹം നമ്മൾ കൂടുതലായി അനുഭവിക്കും, അല്ലേ? അതുകൊണ്ടായിരിക്കാം യോഹന്നാൻ. എനിക്ക് യോഹന്നാനെ കുറിച്ച് തോന്നിയ വേറൊരു അത്ഭുതം എന്താണെന്നറിയോ? യോഹന്നാൻ എപ്പോഴും യേശുവിന്റെ നെഞ്ചോട് ചാരിയിരിക്കുന്ന ശിഷ്യനായിരുന്നു. ഏറ്റവും ബ്രോക്കൺ ആയിട്ടുള്ള ആൾ യോഹന്നാനായിരുന്നു ഞാൻ വിചാരിക്കാറുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ എന്താ പറഞ്ഞതറിയോ? അത് യൂദയായിരിക്കും എന്നല്ല പറഞ്ഞത്, അത് ഞാനാവോന്നാ. അതായത് ഇപ്പോ വരെ യേശു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിക്കുന്നു, അവൻ നെഞ്ചോട് ചേർന്നിരിക്കുന്നു. പക്ഷെ ഒരു 4 മണിക്കൂർ കഴിയുമ്പം ഞാൻ എഴുന്നേറ്റ് പോയി ഇവനെ ഒറ്റിക്കൊടുക്കുമോ എന്നൊരു ഭയം യോഹന്നാന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, യോഹന്നാനെ വലിയ ഭക്തനായിട്ടൊന്നും കാണുന്നില്ല. അതായത് എന്ത് തിന്മയും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുണ്ട്. അത് യോഹന്നാനെ തിരിച്ചറിയാൻ കിട്ടുമായിരുന്നു. അപ്പൊ യോഹന്നാൻ എന്തോരം ഉണ്ടെന്ന് യോഹന്നാൻ അറിയാം. ആ യോഹന്നാനെ ഇത്രയും സ്നേഹിക്കുന്ന യേശു. അപ്പം ഇത് 1 വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല, 50 വർഷമല്ല, ഏറ്റവും കുറഞ്ഞത് 60 വർഷം, 65 വർഷമെങ്കിലും യോഹന്നാൻ യേശുവിന്റെ പരിജ്ഞാനത്തിൽ നടന്ന് അവസാനം പറയാണ് സ്നേഹമാണ് എല്ലാം. കാരണം ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലേക്ക് യോഹന്നാൻ എത്തുന്ന സ്നേഹത്തിന് വേണ്ടിയാണ്. അപ്പൊ യേശുവിന്റെ കൂടെ ഒരാൾ 60 വർഷം നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉത്തരമാണ് യോഹന്നാൻ. അതാണ് അതിന്റെ ക്ലൈമാക്സ്. നമ്മൾ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേ, ബൈക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ കാർ വാങ്ങിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അതിന്റെ റിവ്യൂ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ, അല്ലേ? പക്ഷെ ഒരു 10 വർഷം ഒരാൾ ഉപയോഗിച്ചിട്ട് റിവ്യൂ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനമല്ലേ? അപ്പൊ ഒരു 65 വർഷം യേശുവിന്റെ കൂടെ നടന്നാൽ എന്താകും ഫലം എന്നുള്ളതാണ് യോഹന്നാന്റെ ലേഖനം. അപ്പൊ അത് സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. കാരണം ബാക്കി എല്ലാം ഇല്ലാതായി പോവാ, സ്നേഹം മാത്രം നിലനിൽക്കും. തികഞ്ഞ സ്നേഹത്തിലേക്കാണ് നമ്മൾ വളർന്ന് യേശുവിനെ പോലെ ആകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അടുത്ത വാക്യം, വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ. അതെന്താ സാധനം? നമ്മൾ എങ്ങനെ യേശുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതി അറിയുന്നത്? ഇപ്പൊ സഭയിൽ ഒരു സഹോദരൻ ഇത്തിരി ഉടക്കുണ്ടാക്കുന്ന സഹോദരൻ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇത്രയും വീതിയായിരുന്നോ യേശുവിന്റെ സ്നേഹത്തിന് എന്നല്ലേ? അപ്പൊ അവനെ സ്നേഹിക്കുമ്പോൾ നമുക്കറിയാം യേശുവിന്റെ സ്നേഹത്തിന്റെ വീതി എന്താന്ന്. വേറൊരാള് മഹാദുർഗണം പിടിച്ച് എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരാളായിരിക്കും. അവനെ യേശു സ്നേഹിച്ചെന്ന് മനസ്സിലാക്കുമ്പോഴാ, അവനെ ഞാനും കൂടെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാ യേശു എന്ത് ആഴത്തിലോട്ട് പോയിട്ടാണ് ഇവനെ സ്നേഹിച്ചതെന്ന്. അപ്പൊ ഒരു സഭയിൽ തന്നെ പലതരം വിശ്വാസികൾ വരുന്നത് എന്തിനാന്ന് മനസ്സിലായോ? എന്തിനാ? നമ്മുടെ സഭയിൽ നല്ല വിശ്വാസികൾ മാത്രം മതിയോ? എല്ലാരും നല്ല വിശ്വാസികളാകണം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആരും വരും ഈ നമ്മുടെ സ്നേഹത്തിന്റെ പരിമിതികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി. നമുക്ക് സ്നേഹിക്കാൻ പ്രയാസമുള്ളവർ നമ്മുടെ വീട്ടിലും സഭകളിലും എല്ലാം ദൈവം അയക്കും. അതിന് എന്തിനു വേണ്ടി അത് അയക്കുന്നത്? യേശു എങ്ങനെയാണ് ഈ പാപികളെ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ആ പരിജ്ഞാനം നമുക്കുണ്ടാകാൻ വേണ്ടി. അടുത്ത വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും. ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ, ചേസ് ബ്രദർ എന്നെ ആൾക്കാർ പറ്റിക്കും. ഞാൻ പറഞ്ഞത് എന്താ ഉദ്ദേശം? അതെ, ആൾക്കാരെ വിവേചിക്കണം. ആൾക്കാരെ വിവേചിച്ചേ നമ്മൾ സ്നേഹിക്കാവൂ. സമ്മതിച്ചോ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നോട്? അവൻ പറ്റിക്കും എന്ന് പറഞ്ഞാൽ പറ്റിക്കും, അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ പറഞ്ഞു, ലോകത്ത് ഈ 45 വയസ്സിനിടയിൽ എന്നെ ഒരാളും പറ്റിച്ചിട്ടില്ല. സത്യമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ദൈവം അറിയാതെ ഒരുത്തിനും എന്നെ പറ്റിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, പറ്റിക്കുമെന്ന് പ്രതീക്ഷ തന്നെയാണ് അവൻ ഇടപെടുന്നത്. അപ്പൊ അവനെ പറ്റിച്ചു എന്ന് അവന് വിചാരിക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? പറ്റിക്കാനുള്ള പൊട്ടൻഷ്യൽ അവനുണ്ട്, പക്ഷെ എന്നാലും എന്റെ പരിജ്ഞാനത്തിനപ്പുറത്ത് അവനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എന്നോട് കർത്താവ് വെച്ചേക്കുന്ന ചലഞ്ച്. അവൻ പറ്റിക്കുമായിരിക്കും, ചിലപ്പോൾ കൊല്ലുമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര മണ്ടത്തരമായിരിക്കും. പക്ഷെ മനുഷ്യന്റെ പരിജ്ഞാനം എന്ത് പറയുന്നോ അതിനെ കവിയുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേല. ആ സ്നേഹം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഈ സ്നേഹം എൻ്റെ ഉള്ളില് തരണമേ. ഈ നീളവും ഉയരവും ആഴവും വീതിയും എന്താന്ന് എൻ്റെ കുടുംബത്തിലും എൻ്റെ സഭയിലും തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. അടുത്ത വാക്യം, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥനയായോ? ഇത് എത്ര പ്രാർത്ഥിച്ചാലും തീരാത്തൊരു പ്രാർത്ഥനയാണ്. എത്ര പ്രാർത്ഥിച്ചാലും തീരത്തില്ല. നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥന, ആത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥന, യേശുവിന്റെ പരിജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊരിക്കലും തീരത്തില്ല.
ഇനി പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന് മുമ്പ് ആരാധന എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ആരാധന എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ ചെല്ലുമ്പോൾ ആരാധനയെക്കുറിച്ച് നമ്മൾ ആരാധിക്കുന്നവരാണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ആരാധിക്കാൻ ഒട്ടും അറിയാൻ വയ്യാത്ത ഗ്രൂപ്പുകളിലൊന്നാണ് ഈ പെന്തക്കോസ്തുകാർ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ ദൂതന്മാരുടെ ഒരു വർഷിപ്പ് നമുക്ക് കാണാം. അത് വർഷിപ്പ് എന്നതിനെ വിളിക്കാമോ എന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാപ്പുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താ അവർ ആരാധിക്കുന്നേ? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇതാണ് ആരാധന. അതിനൊരു കാരണമുണ്ട്. ഇവർ ആരാധിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണു മൂടിയാണ്. ആരെ കാണുന്നില്ല? ആരെയാണോ ആരാധിക്കുന്നത് അവനെ കാണുന്നില്ല. ഓക്കെ, കാലും മൂടിയിരിക്കുകയാണ്. കാരണം ഇവരുടെ നടപ്പ് ആരെയും കാണിക്കുന്നില്ല. 3, അവര് ദൈവത്തോടൊന്നും പറയുന്നില്ല. ഒരുത്തൻ മറ്റൊരുത്തനോടാ പറയുന്നത്. എന്താ പറയുന്നത്? അവിടെ ഇരിക്കുന്ന പരിശുദ്ധനെ അബദ്ധത്തിൽ പോലും നോക്കിപ്പോയേക്കല്ലെന്ന. അങ്ങനെയല്ല പറയുന്നത്. അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, കണ്ണു മൂടിക്കൊണ്ടാ പറയുന്നത്. അങ്ങോട്ട് നോക്കാൻ ഭയമാണ്. അതിനൊരു കാരണമുണ്ട്. അവരുടെ മനസ്സിലുണ്ട് വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ യാതൊരു കരുണയുമില്ലാതെ തള്ളിക്കളയാൻ അധികാരമുള്ളവനാണ് ആര്? ഇരിക്കുന്ന പരിശുദ്ധനായ ദൈവം. അവന്റെ മുൻപിൽ യാതൊരു ചിന്തകൾ പോലും തെറ്റായി വരാൻ പാടില്ല. അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ കണ്ണു മൂടി കാല് മൂടി. ഒരുത്തൻ വേറൊരുത്തനോട് ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ അവർ അധികാരമില്ല അവിടെ. അങ്ങനെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് എല്ലാം മറയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ ഒരു ആരാധനയുടെ ഒരു പിക്ചർ നമുക്ക് നോക്കാം. അത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നോക്കിക്ക്. വെളിപ്പാട് പുസ്തകം 5-ലുള്ള ആരാധന എന്താണെന്ന് വായിക്കാം. 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. യേശുവിനോട് പറയുന്നതാണ്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അല്ലേ? താഴോട്ട് വായിക്കുമ്പം 12-ാം വാക്യം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെ ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സകല ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആരാധന. ഈ ആരാധനയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ദൂതന്മാർ അതുവരെ കണ്ടിരുന്നത് എന്താണ്? പരിശുദ്ധനായ ദൈവം, പാപികളെ ശിക്ഷിക്കുന്ന ദൈവം, തെറ്റായ ഒരു കാര്യത്തിന് ദൂതന്മാർ ഇടപെടുമ്പോൾ പോലും അവരെ കഠിനമായി ശിക്ഷിച്ച് വെട്ടിക്കളയുന്ന ദൈവം. ഇപ്പോൾ അവർ ഒരു അത്ഭുത കാഴ്ച കാണുകയാണ്. കാരണം ദൂതന്മാർ തെറ്റിപ്പോയപ്പോൾ അവരെ രക്ഷിക്കാൻ ദൈവം ഇറങ്ങി ചെന്നില്ല. എന്നാൽ വെറും പുഴുക്കളെ പോലെയുള്ള മനുഷ്യർ പാപം ചെയ്ത് നശിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്നെ ആ പുഴുവിനെ പോലുള്ളൊരു മനുഷ്യൻ രൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി മരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഈ ദൂതന്മാർ കാണുന്നത്. അതുപോലൊന്നും അവർ അതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങനെ യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത ദൂതന്മാർ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. അവർ പറയും, എന്താ ഈ ദൈവം ചെയ്യുന്നത്? ഇത്രയും മഹത്വത്തിലിരുന്ന കർത്താവ് എങ്ങനെയായി പുഴുക്കൾക്ക് വേണ്ടി പോയി മരിക്കുന്നത്? അവരെ എങ്ങനെ രക്ഷിച്ചുകൊണ്ട് വന്നത്? ആ ഒരു ഭയങ്കര അത്ഭുതം കണ്ടിട്ടാണ് ഇപ്പൊ ദൂതന്മാർ പാടും ഒരു പുതിയ പാട്ട്. അതുവരെ അവർക്ക് പാടാൻ പറ്റാതിരുന്ന ഒരു പുതിയ പാട്ട് അവരെന്തിനാ കണ്ടോണ്ടാ പാടുന്നത്? നമ്മളെ കണ്ടോണ്ടാ പാടുന്നത്. ഈ ഭൂമിയിലുള്ള നമ്മളെ കണ്ടോണ്ട് സ്വർഗത്തിലിരുന്ന് അവർ പാടുക, നമ്മളെ ഓർത്തോണ്ട്. നമ്മളെന്താ പാടുന്നേ? ഇന്നലെ വരെ നടത്തിയ ദൈവം, ഇന്നലെ ഞങ്ങൾക്ക് വണ്ടി തന്ന ദൈവം, ഇന്നലെ ഞങ്ങൾക്ക് ജോലി തന്ന ദൈവം. ദൂതന്മാരെന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? വ്യത്യാസം മനസ്സിലായോ? പുതിയ നിയമ ആരാധനയുടെ വ്യത്യാസം എന്താന്ന്? ആരാധിക്കാൻ നമ്മൾ വാ തുറന്ന് കർത്താവിനോട് പറയേണ്ട ഒരു ആരാധനയുണ്ട്. കർത്താവെ, യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്ക് വേണ്ടി നിന്റെ യോഗ്യതയാൽ നീ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ കൊള്ളേണ്ട ഓരോ അടിയും നീ കൊണ്ട്
ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയെല്ലാം നീ അനുഭവിച്ച് നിന്റെ അവകാശങ്ങളെല്ലാം നീ എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എല്ലാ യോഗ്യതയും നിനക്കുള്ളതാണ്, നിനക്കാണ് സകല മഹത്വവും സ്തുതിയും യോഗ്യമായിട്ടുള്ളത് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴാണ് ഇത് പറയുന്നത്? ഇതാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധനയിൽ നമ്മുടെ രക്ഷയുടെ യോഗ്യത, അതിൻ്റെ മെറിറ്റ് നമ്മുടേതല്ല, അത് യേശുവിൻ്റെതാണ് എന്ന് ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ എനിക്കല്ല മഹത്വം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നീയാണ്, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എപ്പോഴാണ് നമ്മളിത് പറയുന്നത്? ആരാധിക്കുന്നുണ്ടോ നമ്മൾ? ദൂതന്മാർക്ക് ആ പാട്ട് പാടാൻ പറ്റില്ല. ആ പാട്ട് പാടുന്നത് നമ്മളാണ്. വീണ്ടെടുപ്പിന്റെ പാട്ടാണ് പുതിയ നിയമ ആരാധന. ദൈവത്തിന്റെ മഹത്വം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് രക്ഷയിലാണ്. സൃഷ്ടിയേക്കാളും മഹത്വമാണ് രക്ഷ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മളെല്ലാം കൂടെ പറക്കി ദൂരോട്ടിട്ടിട്ട് പുതിയൊരു കൂട്ടം മനുഷ്യരെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ദൈവത്തിന്. പക്ഷെ ദൈവം അല്ലേ, അങ്ങനെ ചെയ്താലും ദൂതന്മാരെന്ത് പറഞ്ഞാലെന്നറിയോ? ഇപ്പം കുറെ പാപികളായ മനുഷ്യർ ലോകത്തുണ്ട്, അവരെല്ലാം പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം തീരുമാനിക്കാൻ എല്ലാത്തിനും കൂടെ തൂത്തുപറക്കി നരകത്തിലോട്ട് ഇട്ടിട്ട് പുതിയ ഒരെണ്ണത്തിനെ സൃഷ്ടിച്ചേക്കാം എന്ന് വിചാരിച്ചെങ്കിൽ ദൂതന്മാർ പാടിയനെ, ഓ ദൈവം എത്ര ഭയങ്കരനാന്ന് നോക്കി, എത്ര നീതിമാനാ, ഇവന്മാരെ ഒരെണ്ണത്തിനെ പോലും സ്വർഗത്തിൽ കയറ്റാത്ത ദൈവം എത്ര വിശുദ്ധനാന്നേ പാടുള്ളൂ അല്ലേ? പക്ഷെ ഇപ്പൊ എന്താ പാടുന്നത്? ഇവന്മാരെയൊക്കെ രക്ഷിച്ചെടുത്ത ദൈവം എത്ര. ഇപ്പൊ ദൈവം എന്ത് ചെയ്താലും അത് അവന്റെ മഹത്വത്തിനായിട്ട് മാത്രമേ വരികയുള്ളൂ. അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ നമ്മെ വീണ്ടെടുത്ത് ഓർക്കുകയും അതിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടിനെ നമ്മുടെ ശബ്ദം കൊണ്ട് ഉയർത്തി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം, നമ്മളത് ചെയ്യണം. പുതിയ നിയമ വർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ പുതിയ പാട്ട് പാടുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രാർത്ഥനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും വളരെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള ഡിസൈപ്പിൾഷിപ്പിന്റെ ഭാഗങ്ങളാണ്. അതെല്ലാം എല്ലാ പോയിന്റുകളും കവർ ചെയ്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ചില കാര്യങ്ങൾ മാത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. 11-ാം വാക്യം മുതൽ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ സഭയ്ക്കകത്തുണ്ടാകുന്ന ഒരു ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്? ആരൊക്കെയാന്ന് നോക്കി, 5 പേര് ആരൊക്കെയാ? അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. വെയിറ്റ്, ഈ അപ്പോസ്തലന്മാരാരാ? ഇന്ന് അപ്പോസ്തലന്മാരുണ്ടോ? നമുക്ക് കേൾക്കാൻ പറ്റില്ല. ആഫ്രിക്കയുടെ അപ്പോസ്തലൻ, ഇന്ത്യയുടെ അപ്പോസ്തലൻ. പക്ഷെ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിലവാരത്തിലുള്ള അപ്പോസ്തലന്മാരിന്നില്ല. എന്തുകൊണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അപ്പോസ്തലൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആഭരണം ധരിക്കാമോ അപ്പോസ്തല എന്ന് ചോദിച്ചാൽ മതി. അദ്ദേഹം പറയാണ് ആഭരണം ധരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കിത് അപ്പോസ്തല പ്രവൃത്തികൾ 2 എന്നും പറഞ്ഞ് ഈ പുതിയ അപ്പോസ്തലൻ പറഞ്ഞ അവിടെ എഴുതി വെക്കാം. ഇവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ അപ്പോസ്തലിക അധികാരം അത്. അതായത് അവർക്ക് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാ. തലയിൽ മൂടുപടം ഇടണോ? മൂടുപടമിടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തലയെ അപമാനിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അതിന് പുരുഷൻ അപമാനിക്കുന്നില്ല, സ്ത്രീ അപമാനിക്കുന്നു. ഒരു പിടിയും കിട്ടില്ല. പക്ഷെ അപ്പോസ്തലൻ പറഞ്ഞു മതി. അപ്പോസ്തലിക അധികാരം എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. അപ്പൊ എനിക്ക് ഒരു വകയും മനസ്സിലായില്ലെങ്കിലും അപ്പോസ്തലൻ ഈസ് അപ്പോസ്തലൻ. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? സ്ത്രീകളെ സഭയിൽ പഠിപ്പിക്കാനോ പുരുഷന്മാരുടെ മേൽ കർത്തൃത്വം നടത്താനോ ഞാൻ അനുവദിക്കുന്നില്ല. അതെന്താ പൗലോസേ, എല്ലാം ഒരുപോലെ അല്ലേ? അതെന്താണോ ഞാൻ അനുവദിക്കുന്നില്ല. അതാണ് അപ്പോസ്തലൻ. അപ്പോസ്തലൻ പറഞ്ഞു നമുക്കൊരു ചോദ്യമില്ല. അപ്പോസ്തലൻ ഇങ്ങനെ പറയാതിരിക്കട്ടെ, സ്ത്രീകൾ മാത്രം പ്രസംഗിച്ചാൽ മതി, പുരുഷന്മാർ സഭകളിൽ മൗനമായിരിക്കട്ടെ. സന്തോഷമായിട്ട് ഞാൻ പോയി മൗനമായിരിക്കും. കാരണം അപ്പോസ്തലൻ ഈസ് അപ്പോസ്തലൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ അപ്പോസ്തലന്മാർ ഇന്നില്ല. അവർ ദൈവത്തെ കണ്ടവരും എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്നവരും സഭകൾ. അവർ ഈ അപ്പോസ്തലന്മാർക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്യാം. അവർ ഇടയ ശുശ്രൂഷ ചെയ്യാം, ഇവാഞ്ചലിസ്റ്റ്, എല്ലാ ഉപദേഷ്ടാവും സകലതും ചെയ്യാം, പ്രവചിക്കുകയും ചെയ്യാം. ഇനി പക്ഷെ അപ്പോസ്തലന്മാരില്ലാതെ ഒരു സഭ പണിയാൻ പറ്റിയല്ല. എല്ലാ സഭയുടെയും ഫൗണ്ടേഷനിൽ അപ്പോസ്തലൻ ഉണ്ടായിരിക്കണം. അപ്പോസ്തലിക ഉപദേശമാണ് ആ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അതായത് ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ടീച്ചിങ് ആണ് എല്ലാ സഭകളുടെയും ഫൗണ്ടേഷൻ. ഓക്കെ, അവിടെ പോട്ടെ. പ്രവാചകന്മാർ ഇന്നുണ്ടോ? ഉണ്ട്. പ്രവാചകന്മാർ 2 തരമുണ്ട്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ, ഇപ്പൊ ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം ഒരു പ്രവചനമാണ് അല്ലേ? ആണോ അല്ലയോ? ആണ്. അതുപോലെയുള്ള പ്രവചനങ്ങൾ ഇനി വരാൻ പാടില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2006
ഒരു 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 കന്യാസ്ത്രീ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല, വെറോണിക്കയോ ഏഞ്ചലിക്ക കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു തകർപ്പൻ പ്രവചനം അങ്ങ് പ്രവചിച്ചു. അടുത്ത 7 വർഷം ഭൂമിയിൽ നല്ല കാലമായിരിക്കും, ഇന്ത്യയിൽ നമുക്ക് സുവിശേഷം പറയാൻ അനുകൂല കാലഘട്ടമായിരിക്കും. നിങ്ങൾ ആ സമയത്ത് സ്ക്വാഡുകൾ ഉണ്ടാക്കി കുറെ ചാർട്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര വിശാലമായൊരു പ്രവചനമായിരുന്നു. 7 വർഷം 2006 + 7 എത്ര? 2013 അല്ലേ? 2013 വരെ സുവർണ കാലമായിരിക്കും. ആരും നിങ്ങൾ എതിർക്കുകയില്ല, ഇന്ത്യയിൽ എവിടെ പോയി വേണമെങ്കിലും മീറ്റിംഗ് നടത്താം. പക്ഷെ 2013 മുതൽ 20 വരെ ഭയങ്കര പീഡനകാലമായിരിക്കും. 2020 ആകുന്നതോടുകൂടി ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കപ്പെടും. പ്രധാനമന്ത്രി നമുക്ക് 2 വർഷം കൂടെ ഉണ്ട്, നോക്കാം. പ്രധാനമന്ത്രി ക്രിസ്ത്യാനി ആയിരിക്കും. പുള്ളിക്കാർ പറഞ്ഞു ഒരു പുതിയ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഉണ്ടാവും, സഫയർ യൂണിവേഴ്സിറ്റി തന്നെ പേര് വിട്ടു. അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ആൾക്കാർ ബൈബിൾ പഠിക്കാൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞു 14 വർഷത്തേക്ക് കർത്താവായ യേശു മിശിഹ വരില്ല എന്ന് പറയാൻ ഇവർക്ക് യാതൊരു അധികാരമില്ല. നടക്കുകയില്ല, ഇത് ചുമ്മാതാണ്. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ അതൊരു ഇമ്പോർട്ടന്റ് പ്രവചനമാണെങ്കിൽ അത് എവിടെ കണ്ടേനെ? ഇത് ഇതിനകത്ത് കണ്ടേനെ. പക്ഷെ വേറൊരു പ്രവചനമുണ്ട് സഭയില്. ഒരു മനുഷ്യൻ സഭയ്ക്കകത്തോട്ട് കയറി വരുമ്പോൾ ഇവിടുത്തെ പിള്ളേർ എഴുന്നേറ്റ് ആ മനുഷ്യനെ വിവേചിക്കുന്ന ഒരു പ്രവചനമുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത എന്നോട് ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇത് പറയുന്നു, നീ ഇന്ന രീതിയിൽ കറക്റ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നൊരു പ്രവചനമുണ്ട്. പൗലോസിനെ കുറിച്ച് അഗബോസ് പ്രവചിച്ചറിയാം. അഗബോസ് ഈ ഉത്തിരിയത്തിന്റെ ഉടമയെ പിടിച്ചുകൊണ്ട് പോകും, അതാണ് പ്രവചനം. പൗലോസിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞേ, ദൈവഹിതം അല്ലാന്ന് തോന്നുന്നു യെരൂശലേമിലേക്ക് പോകുന്നു അല്ലേ, പറയല്ലേ? അഗബോസ് എന്താ പറഞ്ഞത്? നീ ഇത് കൊണ്ട് പോയാൽ നിന്നെ പിടിക്കും, തടവിലാക്കും, ഭയങ്കര ഉപദ്രവം ഉണ്ടാവും, മരിച്ചു വരെ പോകാമെന്നാണ് അർത്ഥം അഗബോസ് പറഞ്ഞതിന്റെ പൊരുൾ. പൗലോസിന്റെ സ്ഥാനത്ത് ലോകത്ത് ആരാണെങ്കിലും പറഞ്ഞേനെ, ദൈവഹിതമല്ല ബ്രദറെ യെരൂശലേമിലേക്ക് പോകുന്നേ. കാരണം ഒത്തിരി ആലോചനകൾ അല്ലെ, നമ്മളെല്ലാം ഈ ആലോചനകൾ കേൾക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ ആലോചിക്കണം പൗലോസിന്റെ ആ സ്വഭാവം. അഗബോസ് പറയുന്നു ഇന്നത് സംഭവിക്കും. അഗബോസ് മാത്രമല്ല, ഫിലിപ്പോസിന്റെ 4 പ്രവാചകിമാരായ പെൺമക്കള് പൗലോസിനോട് പ്രവചിച്ചു. അതുപോലെ ഏത് സഭയിൽ ചെന്നാൽ അവിടെ എല്ലാം അന്ന് പ്രവാചകന്മാരുണ്ട്, ഇന്നും ഒരിടത്തും ഇല്ലാത്ത. ആ പ്രവാചകന്മാരെല്ലാം പൗലോസിനോട് പറഞ്ഞു യെരൂശലേമിലോട്ട് പോയി പിടിക്കപ്പെടും. പൗലോസ് എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയത് എണ്ണുന്നില്ല. ഇവരാര് പറഞ്ഞു കേട്ടും പൗലോസ് പോകാതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പ്രവാചകന്മാരാരും പൗലോസിനോട് പോകണമെന്നോ പോകണ്ടെന്നോ പറഞ്ഞില്ല. അവരെന്തേ പറഞ്ഞുള്ളൂ? ഇന്നത് സംഭവിക്കാൻ പോവുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തിനാ അത് പറഞ്ഞത്? പൗലോസ് പോകാതിരിക്കാനല്ല, പൗലോസ് അത് സംഭവിച്ചാൽ അത് നേരിടാനുള്ള ഒരുക്കത്തോടു കൂടി പോകാൻ വേണ്ടിയാ. പൗലോസിന്റെ വായിന്ന് ഒരൊറ്റ വാക്ക് കേൾക്കണമെന്നേ ഉള്ളൂ യേശുവിന്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അവനെ പിടിക്കുകയും ചെയ്തു അല്ലെ, പിടിക്കുകയും ചെയ്തു. പക്ഷെ അതാണ് നമുക്ക് മനസ്സിലാകുന്നത്, പുതിയ നിയമ പ്രവാചകന്മാര് ഒരു കാരണവശാലും നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നവരല്ല. അത് നിങ്ങളോട് പറയേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കാതെ പ്രവാചകൻ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പോകരുത്. ഓരോ മക്കളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. പലപ്പോഴും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, കല്യാണം എടുക്കാൻ നേരത്ത് ദൈവഹിതമാണോ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? അതെന്താ ഇവര് പ്രാർത്ഥിച്ചാൽ മനസ്സിലാകത്തെ? എന്താ മനസ്സിലാക്കുന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും ദൈവഹിതം അന്വേഷിക്കാതെ അവസാനം കല്യാണത്തിന്റെ അന്ന് രാവിലെ ദൈവഹിതം അന്വേഷിച്ച് എങ്ങനെ കിട്ടാന്? ദൈവഹിതം അറിയുക എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ, അത് നമ്മൾ ക്രിസ്തുവിൽ ജനിക്കുന്നത് മുതൽ നമ്മൾ ദൈവഹിതമാ അന്വേഷിക്കുന്നതെങ്കിൽ തക്ക സമയത്ത് ദൈവഹിതം അറിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഇത് ഒരിക്കൽ പോലും ദൈവഹിതം അന്വേഷിക്കാതെ തക്ക സമയത്ത് ഒരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പെട്ടെന്നാണ് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കുക, ആകെ ടെൻഷനാ, ദൈവഹിതമാണോ അല്ലയോ? അങ്ങനെ ടെൻഷൻ നിങ്ങളുടെ അപ്പൻ്റെ അടുത്ത് എന്തിനാ? നിങ്ങളുടെ അപ്പൻ എന്താ ഇഷ്ടം നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ? ഈ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. അവിടുത്തെ ഒരു ചർച്ചിലൊരു ഡോക്ടർ, അദ്ദേഹം ഡോക്ടർ പണിയെല്ലാം നിർത്തിയല്ല, ഇവിടുത്തെ RCC ഡോക്ടറാണ്. പുള്ളി അത് റിസൈൻ ചെയ്തിട്ട് ആസാമിന് പോവാ മിഷണറി ആയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു ഡോക്ടർ അവിടെ അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ ആസാമിന് പോകാൻ തീരുമാനിച്ച കാരണം എന്ന് ചോദിച്ചു. ദൈവം വിളിച്ചിട്ടാന്ന് പറഞ്ഞു. ദൈവമാ വിളിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. ഈ ചോദിച്ച ആളുടെ സൈക്കാട്രിസ്റ്റാ. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, ഏത് വലിയ ജനക്കൂട്ടത്തിന് നടുവിലാണെങ്കിലും അപ്പം വിളിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എന്ന് ചോദിച്ചു. ഇതെങ്ങനെ മനസ്സിലാകുന്ന അപ്പന്റെ ശബ്ദം? എന്റെ അപ്പന്റെ ശബ്ദം ഏത് രാത്രി എനിക്ക് തിരിച്ചറിയാം. കേട്ടാ മനസ്സിലാകുന്നല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നമ്മൾ കഴിഞ്ഞാൽ പ്രവാചകന്മാർ വന്ന് പറയും. എന്ത് പറയും? നീ ആ പോകുന്ന വഴിയിൽ കല്ലുണ്ട് മുള്ളുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ?
കർത്താവ് ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ധൈര്യമായിട്ട് പോകാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മുടെ ഡയറക്ഷൻ തീരുമാനിക്കേണ്ട ദൈവമാണ്, മനുഷ്യരല്ല. പഴയ നിയമ പ്രവചനം അങ്ങനല്ല. പഴയ നിയമ യുദ്ധത്തിന് പോണോ വേണ്ടയോ, കാരണം അവർക്ക് അകത്ത് ആത്മാവ് ഒന്നും വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ പുതിയ നിയമ വിശ്വാസിക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ ആ വെളിപ്പാട് നൽകണം. ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ജീവിക്കേണ്ടത്, ഏത് വഴിക്കാ പോകേണ്ടത്. അടുത്ത വാക്യം, അടുത്ത ആള് ആരാ? പ്രവചനം കഴിഞ്ഞാൽ പിന്നെ ആരാ? സുവിശേഷകൻ. ഈ സുവിശേഷകന്മാരാണ് അത്ഭുത പ്രവർത്തനങ്ങൾ സത്യത്തിൽ ചെയ്യേണ്ടത്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് എനിക്കറിയാൻ വയ്യ. ഞാനിത് പ്ലാൻ ചെയ്തുകൊണ്ടല്ല വന്നത്. സുവിശേഷം പറയാൻ കൃപയുള്ള ആളുകൾ അവരൊരു അവിശ്വാസികളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ രോഗികളുണ്ടാകും, ഭൂതബാധിതരുണ്ടാകും. അവരെ വിടുവിക്കാനുള്ള അവകാശം ശരിക്കും ഈ സുവിശേഷകനാണ്. സുവിശേഷകൻ ശരിക്കും ഒരു അത്ഭുത പ്രവർത്തകനാണ്. കാരണം അവരെപ്പോഴും അവിശ്വാസികളുടെ ഇടയിലാണ് ഇടപെടുന്നത്. അവിശ്വാസികളോട് സംസാരിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും, അല്ലേ? ആ അത്ഭുതങ്ങൾ നടക്കണം. അത്ഭുതങ്ങൾ നടക്കാനുള്ള, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്തുവാക്കുവാനും രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാനും ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുന്നു. ഓക്കെ, അടുത്ത വാക്യം ഇടയൻ, ഉപദേഷ്ടാവ്. ഈ ഇടയനും ഉപദേഷ്ടാവും നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്ന ആളും എന്ന് പറയുന്ന പരിപാലിക്കുന്ന ആളുമാണ്. എന്റെ പ്രശ്നം അതല്ല. ഇത്രയും ഓഫീസേഴ്സ് ഒരു സഭയിൽ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? അടുത്ത വാക്യം. അതെന്തിനു വേണ്ടിയാണ്? സഭ എന്തിനു വേണ്ടിയാ? സഭ എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് എന്തിനാ ഞായറാഴ്ച ഒരു സഭ? ഒരു മിക്കവാറും ഉള്ളിടത്തും സഭയുടെ പ്രശ്നം എന്താന്ന് ഞാൻ പറയാം. എന്തിനു വേണ്ടിയാന്ന് ഞാൻ പറയാം. നമ്മുടെ പിള്ളേരെ ഭാവി അഭിവൃദ്ധിപ്പെടാനും നമുക്ക് ജോലിക്കൊന്നും തടസ്സമില്ലാതെ പോകാനും ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കാനും പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം. പാസ്റ്റർ പണി എന്തോ മെയിൻ? അതാണ് മെയിൻ പണി, അല്ലേ? മിക്കവാറും ചർച്ചകളിലും അങ്ങനെ തന്നെ. പക്ഷെ എന്തിനു വേണ്ടിയാ ഈ ശുശ്രൂഷകളുള്ളത്? അടുത്ത വാക്യം. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു സഭയിൽ നടക്കണം. എന്തൊക്കെ നടക്കണം? എല്ലാവരും വിശ്വാസത്തിൽ ഐക്യമുള്ളവരായിരിക്കണം. എന്താ നിങ്ങൾ വിശ്വസിക്കുന്നേ? വിശ്വാസം എന്താ? ഒരേ വിശ്വാസമാണോ? പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയവും, അല്ലെ? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എല്ലാവർക്കും അത് തന്നെയാണോ വിശ്വാസം? എല്ലാവർക്കും അത് തന്നെയാണോ പ്രത്യാശ? ചിലർക്കൊക്കെ വേറെ ആശകളായിരിക്കും. പക്ഷെ സഭയിൽ ഉപദേശം കേട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം? എല്ലാവർക്കും ഒരേ വിശ്വാസമാകണം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ? നമ്മൾ ഇന്നലെ അത് എക്സ്പ്ലെയിൻ ചെയ്തല്ലേ? പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അതേ ക്യാരക്ടർ എന്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് പരിജ്ഞാനം. വാട്ട് വുഡ് ജീസസ് ഡു ഇഫ് ഹി വെയർ സ്പീക്കിംഗ്? യേശു ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവൻ എന്ത് സംസാരിക്കുമായിരുന്നു? യേശു ആണ് ഇടപെടുന്നതെങ്കിൽ എങ്ങനെ ഇടപെടുമായിരുന്നു? ഈ വെളിപ്പാടാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓരോരുത്തർക്കും തരേണ്ടതാണ്. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു. പാല് കുടി നിർത്തിയിട്ട് പരിജ്ഞാനത്തിന്റെ ഓട്ടം ഓടാൻ നമ്മളെല്ലാവരും വിളിച്ചിരിക്കുന്നു. ആ ഓട്ടത്തിന് എന്താവശ്യമാണ്? ഒരു സഭ നമുക്ക് ആവശ്യമാണ്. സഭയിൽ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി അടുത്തത്, ഈ രണ്ട് കാര്യത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും. ഇപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ പ്രായം എത്രയായിരിക്കും? എൻ്റെ ഒരു കുഞ്ഞ് 1.25 വയസ്സിൽ മരിച്ചുപോയി. അവൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് പ്രായമായിരിക്കും? ചില അപ്പൂപ്പന്മാരൊക്കെ 99 വയസ്സ് 105 വയസ്സിൽ വടിയും കുത്തിപ്പിടിച്ച് നടക്കുമ്പോഴാണ് മരിക്കുന്നത്. അവരൊക്കെ അതേ കോലത്തിലായിരിക്കും അവിടെ ഇരിക്കുന്നത്. 1 വയസ്സുള്ള കൊച്ചു 1 വയസ്സുള്ള കൊച്ചായിട്ടിരിക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതെങ്ങനെയാന്ന്? ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു 30-33 വയസ്സ് പ്രായമായിരിക്കും. അതായത് ഈ ഫിസിക്കൽ അല്ലല്ലോ, അത് സ്പിരിച്വലി ഒരു മെച്യൂർ മാൻ. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പഴയ നിയമത്തിൽ ദൈവം പറയല്ലേ, കുഞ്ഞുങ്ങളെ വരെ കൊന്നു കളഞ്ഞാലേ, മുല കുടിക്കുന്നവരോട് പോലും കരുണ കാണിക്കണ്ട, എല്ലാത്തിനെയും ഗർഭിണികളെ സകലതിനെയും വെട്ടിക്കൊന്നു കളയുവനല്ലേ. അപ്പൊ ഞാൻ വിചാരിക്കും, കുഞ്ഞുങ്ങളോട് ഇത്തിരി കരുണ കാണിക്കാമല്ലോ ദൈവത്തിനെന്ന് വിചാരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ കണ്ണിൽ ഇവരാരും കുഞ്ഞുങ്ങളല്ല. ദൈവത്തിന്റെ കണ്ണിൽ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ വലുതാകുമ്പോൾ അവന് ചെയ്യാവുന്ന എല്ലാ വൃത്തികേടുകളും ദൈവത്തിന് കാണാം. ഞാൻ പറഞ്ഞ മനസ്സിലായി. നമുക്ക് ഇത് ഉള്ള കുഞ്ഞ്, ദൈവത്തിന് അങ്ങനെയല്ല. ദൈവം ഒരു ഫുൾ മാനെയാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ യേശുവിന്റെ പ്രായം നമ്മുടെ മനസ്സിൽ വെച്ച് എത്ര വയസ്സായിരുന്നു? ഏകദേശം 33 വയസ്സായിരുന്നു. ഞാൻ ഫിസിക്കൽ കാര്യമല്ല പറയുന്നത്. സ്പിരിച്വലി ആ അകത്തെ മനുഷ്യൻ എവിടെ വരെ എത്തണം? ഈ ക്രിസ്തുവിന്റെ ആ 33 വയസ്സുകൊണ്ട് അവൻ നേടിയ ആ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതിന് അർത്ഥം. അത് പുരുഷത്വമോ സ്ത്രീത്വമോ ആയിക്കോട്ടെ, മനുഷ്യത്വം എന്ന് പറയാം. യേശുവിന്റെ ഹ്യൂമാനിറ്റി.
യേശുവിന്റെ പെർഫെക്ഷൻ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യമാക്കുന്ന 3.5 വർഷം ആത്മാവിൽ നടന്ന് കർത്താവ് സമ്പാദിച്ച സമ്പാദ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ സഭ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് സഭകളെല്ലാം ലോകകാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള ക്ലബ്ബുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശം ബൈബിൾ പറയുന്നുണ്ട്. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഒരു ഫുൾ വ്യക്തിയാവുക എന്ന് മാത്രമല്ല, അവന്റെ അതേ പ്രായം നമ്മൾ ആത്മീകമായി പ്രാപിക്കണം. അടുത്ത വാക്യം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഇന്നലെ പറഞ്ഞവർക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ പരിജ്ഞാനത്തിൽ വളർന്നു വന്ന് യേശു ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അടുത്ത വാക്യം നോക്കിയേ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. അല്ലെ, ഈ ഉപദേശത്തിന്റെ ഓരോ കാറ്റെന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഈ ചില പെന്തക്കോസ് ചർച്ചകളിലുള്ള ഒരു അവസ്ഥ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഇവിടുത്തെ കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എനിക്ക് അറിയാൻ മേല. പുനലൂരില് ഒരു ചർച്ചിൽ, ഏത് ചർച്ചാന്ന് പറയത്തില്ല, അവിടെ എൻ്റെ ഒരു സഹോദരൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം പറഞ്ഞു, രക്ഷ സൗജന്യമാണ്, ദൈവം നമ്മളെല്ലാം സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നല്ല വൈബ്രേഷൻ ആയിരുന്നു, എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. ഭയങ്കര ഹല്ലേലൂയ ആയിരുന്നു, സന്തോഷമായി. അടുത്ത ആഴ്ച പുള്ളി അവിടെ പ്രസംഗം കേൾക്കാനിരിക്കുകയാണ്. വേറൊരു മനുഷ്യൻ പ്രസംഗിക്കുകയാണ്, രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ 16 കടമ്പകളുണ്ടെന്ന്. അതിനും എല്ലാവരും സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. 18 കടമ്പ എന്ന് പറഞ്ഞാൽ പുള്ളി ശബരിമല കൊണ്ടുവിടായിരുന്നു. 16 കടമ്പകളുണ്ടെന്ന്, അതിനും ഹല്ലേലൂയ പറഞ്ഞു. വേറൊരു മനുഷ്യൻ, യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് ദൈവമല്ലായിരുന്നു, 5 തെളിവുകൾ, അതിനും ഹല്ലേലൂയ പറഞ്ഞു. നമുക്ക് എന്താ പറയുന്നതെന്ന് കേൾക്കണം നിർബന്ധമില്ല, ആ കറക്റ്റ് വൈബ്രേഷനിൽ അത് വന്നാൽ മാത്രം മതി. ഉപദേശം ഒരു കാറ്റ് അങ്ങോട്ട് വിട്ടാൽ അടുത്ത കാറ്റ് ഇങ്ങോട്ട് വരും. നമുക്കറിയാം, ഞങ്ങൾ ഹൈ റേഞ്ചിൽ ജീപ്പ് പോകുമ്പം കരിയിലെല്ലാം കൂടെ പറക്കും. ജീപ്പ് പോകുന്ന വഴി കരിയില കുറച്ചങ്ങ് പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും കരിയില പോയ ആ വഴി പോയി എന്ന് പറയും. അവൻ പോകില്ല, കുറെ കഴിയുമ്പോൾ അവിടെ വീഴും. അടുത്തൊരു ജീപ്പ് എതിരെ വരുമ്പോൾ അതേ കരിയിലകൾ ഇപ്പുറത്ത് തോന്നിയാണ്. ഇത് വർഷങ്ങളായിട്ട് ഇപ്പൊ ജോൺ തോമസ് പാസ്റ്റർ പ്രസംഗിച്ച് കുറെ കരിയിലകൾ പറന്ന് ഇനി അടുത്തൊരു മനുഷ്യൻ വന്ന് പ്രസംഗിക്കും, അതേ കരിയിലകളെ മടങ്ങി വരാനുള്ള സാധ്യത. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാല് കുടിക്കുന്ന ശിശുക്കളായി പോയാൽ അങ്ങനെ ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഗൗരവമായിട്ട് പറഞ്ഞു, പാല് കുടിക്കുന്ന ശിശുക്കളായി പോയാൽ ഇതെന്താ സഭയിൽ നിന്ന് പറയുന്നത്, പുൾപിറ്റിൽ നിന്ന് പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവൂല. അവരോരോ ഉപദേശത്തിന്റെ കാര്യങ്ങൾ അങ്ങോട്ട്, ഓരോ ഉപദേശത്തിന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കും. 100 വർഷം കഴിഞ്ഞാലും കുഞ്ഞായിട്ട് അവിടെ തന്നെ ഇരിക്കും. ആ കരിയിൽ അവിടെ തന്നെ അഴുകി ഇല്ലാതാവുള്ളൂ. അതുകൊണ്ട് പരിജ്ഞാനം പ്രാപിക്കുന്ന വചനത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനിച്ചതും ഓടിയതും എല്ലാം വ്യർത്ഥമായി പോകും. ഇത് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു വാണിംഗ് ആണ്. അപ്പൊ പ്രാർത്ഥന എന്ത്, ആരാധന എന്ത്, ഇതെല്ലാം എങ്ങോട്ട് വരണം? ഈ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വരണം. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പ്രായം പ്രാപിക്കുവോളമുള്ള ആത്മീക വർധനയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുക. കാരണം അന്ത്യകാലത്ത് കർത്താവ് വരുമ്പോൾ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പൊ ഉപദേശത്തിന്റെ ഇത് നോക്കിയാണെ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. ഈ പല ഉപദേശങ്ങളിൽ മനുഷ്യൻ കുടുങ്ങിപ്പോകുന്ന കാരണം ദൈവത്തിന്റെ സുവിശേഷത്തിന് വിരോധം ആരാന്നറിയോ? എപ്പോഴും മനുഷ്യനാണ്. മനുഷ്യന്റെ തത്വജ്ഞാനമാണ്, തത്വചിന്തയാണ്. തത്വചിന്തയുമായിട്ട് ഫിലോസഫിയുമായിട്ട് ഒരാൾ രംഗപ്രവേശം ചെയ്തു. അതാണ് തത്വചിന്ത കൊണ്ട് നിങ്ങൾ ആരും വഞ്ചിക്കപ്പെടരുതെന്ന് പൗലോസ് പറയാനുള്ള കാരണം. പ്യുവർ വചനമല്ലാതെ മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് വരുന്ന എല്ലാ പ്രസംഗങ്ങളും വ്യാജമാണ്. വചനം വ്യാഖ്യാനിക്കാതെ വരുന്ന എല്ലാം. എന്തുകൊണ്ടാണ് ഈ വചനം ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നറിയോ? ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വേറൊരിടത്തും ഇല്ല ലോകത്ത്. അതുകൊണ്ടാണ് ഈ വചനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു തേർഡ് വോയിസായി. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു തേർഡ് വോയിസ് എന്നാണ് വിളിക്കുന്നത്. നമുക്കൊരു ഈ പരിജ്ഞാനത്തിന്റെ വചനം പലപ്പോഴും നമ്മളെ മണ്ടന്മാരാക്കുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളോട്. മല്ലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു 5 വർഷമായിട്ട് ഞാനൊരു ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചർച്ചുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ ഒരു പബ്ലിക് മീറ്റിംഗ് അവിടെ വെച്ചപ്പം ചർച്ചിലില്ലാത്തവരും വചനം കേട്ടിട്ടില്ലാത്തവരുമായ കുറേ സഹോദരങ്ങളോട് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം അവിടെ ചെന്നപ്പം എൻ്റെ കയ്യിലൊരു നോട്ടീസ് കിട്ടി. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ബിലീവേഴ്സ് ജേണൽ എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടത്? കണ്ടിട്ടില്ല? നല്ല കാര്യം.
അപ്പൊ അതിനകത്ത് ഒരു ചോദ്യോത്തര പങ്ക്തിയുണ്ട്. ചോദ്യം ഉത്തരം. ഞാൻ നിർത്താൻ പോകട്ടോ, അടുത്ത ആൾക്കാർ വരുമല്ലോ. ചോദ്യം ഇതാണ്: ഞാനൊരു മനുഷ്യൻ പ്രസംഗിക്കുന്നത് കേട്ടു, അത് ഇതാണ്, ഞാനാണ് ആള്, എന്നെ കുറിച്ചുള്ള ചോദ്യോത്തരമാണ് ഈ ബിലീവേഴ്സ് ജേണലിൽ വന്നിരിക്കുന്നത്. ഒരുത്തൻ നിന്റെ കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുക, അല്ലാതെ വേറെ വഴിയില്ല. പുതപ്പ് ചോദിച്ചാൽ ഉടുപ്പ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലാണോ എന്നാണ് ചോദ്യം. ഉത്തരം: ഇത് പ്രായോഗികമല്ല. ഇങ്ങനെ ആയാൽ മനുഷ്യര്, ലോകക്കാർ നമ്മുടെ പുറത്ത് തമ്പേറടിക്കും. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിന്റെ അടുത്ത് ചെല്ലുന്നതാണ് പരിഹാരം എന്ന് മറുപടി. സന്തോഷം. ഇത് വിതരണം ചെയ്തിരിക്കും എല്ലാവരുടെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഈ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ: ദൈവത്തിലെ വിശ്വാസം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമില്ലാതെ പരിജ്ഞാനത്തിലേക്ക് പോയാൽ, പരിജ്ഞാനത്തിന്റെ ഉപദേശത്തിലേക്ക് പോയാൽ, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ക്രിസ്തുവാണ് എന്ത് ചെയ്യുമായിരുന്നു, അത് മാത്രമാണ് പരിജ്ഞാനം. ബാക്കിയുള്ളതെല്ലാം തള്ളിക്കളഞ്ഞു. അതിനോടെല്ലാം നമ്മൾ മരിച്ചു. എനിക്ക് ആകെ പുതപ്പെടുത്താൽ, ഒരുത്തന്റെ ഉടുപ്പെടുത്താൽ എനിക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ. ഇനി ബാക്കി എന്താ വഴി? പുതപ്പ് കൊടുക്കുക. ഉടുപ്പെടുത്താൽ എന്താ ഇനി എനിക്ക് വഴിയുള്ളൂ? കാരണം അതാ ക്രിസ്തുവിന്റെ വഴി. ബാക്കി എല്ലാത്തിനോടും ഞാൻ മരിച്ചു. ഒരാൾ എന്റെ കരണത്തടിച്ചാൽ തിരിച്ചു കൊള്ളുക എന്നുള്ളതല്ലാതെ പരാതിപ്പെടാനോ ഓടാനുള്ള എല്ലാ വഴികളോടും ഞാൻ മരിക്കുന്നതിനെ പരിജ്ഞാനം എന്ന് പറയുന്നത്. അതാ ഈ മാനസാന്തരം. മരണമാണ് മാനസാന്തരം. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരുത്തനും എൻ്റെ അടുത്ത് വരില്ലെന്നും ദൈവം അനുവദിക്കുന്നത് മാത്രം എനിക്ക് സംഭവിക്കുള്ളൂ എന്നുള്ള അടിസ്ഥാന വിശ്വാസം വേണമല്ലോ. അപ്പൊ അടിസ്ഥാനം എന്ന പാല് കുടിച്ച് ഉറയ്ക്കുകയും അവിടെ നിന്നുകൊണ്ട് കർത്താവ് എന്റെ പിതാവായും കർത്താവായും രാജാവായും ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവനറിയാതെ ഒരു തലമുടി നാര് പോലും താഴെ വീഴില്ലെന്നും ആരും എന്റെ പുറത്ത് പെരുമ്പറടിക്കില്ലെന്നും അറിയുകയും ചെയ്തിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ? യേശു നടന്ന വഴി, ആ ഇടുക്ക് വഴിയിലൂടെ എന്നെയും വിടണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഓക്കെ, ഒരൊറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് സഭ നിങ്ങളിത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പരിജ്ഞാനത്തിലേക്കുള്ള ഓട്ടത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം ചെയ്യുന്നതിന് വലിയ വിടുതലാണ്. ആരാധന തന്നെ വലിയ വിടുതലാണ്. കുഞ്ഞാടിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ വിടുതലാണ്. പ്രാർത്ഥിക്കുമ്പോൾ പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ഇടുക്ക് വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരാൻ വേണ്ടി, ജീവന്റെ വഴികൾ നമുക്ക് തുറന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൺക്ലൂഷനായിട്ട് ഒരൊറ്റ വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുള്ളൂ. എന്താ യേശു ഇത്രയും താമസിക്കുന്നേ? സ്ഥലം ഒരുങ്ങിയിട്ടില്ലേ? ഒരുങ്ങിയിട്ടില്ല. അവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കി? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? ഇനി ഇല്ലെങ്കിൽ പോലും ഒരുക്കാൻ എത്ര നേരം വേണം കർത്താവിന്? 1 സെക്കൻഡ് മതി അല്ലേ? 1 സെക്കൻഡ് മതി. പക്ഷെ ഇവിടെ കർത്താവ് പറയാ, ഞാൻ സ്ഥലം ഒരുക്കിയ ശേഷം നിങ്ങളെ വിളിക്കാം. സ്ഥലമല്ല ഒരുങ്ങേണ്ടത്, ശരിക്കും നമ്മളാ ഒരുങ്ങേണ്ടത്. അതായത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് വിചാരിച്ചോ, ഒരു ഇഷ്ടം പോലെ മെഡിക്കൽ കോളേജുകളുണ്ട് അല്ലേ? നമ്മുടെ പിള്ളേർക്ക് എന്താ അവിടെ അഡ്മിഷൻ ഇല്ലാത്തത്? അവിടെ മെഡിക്കൽ കോളേജ് ഒരുങ്ങാത്തോണ്ടാണോ? നമ്മളൊരുങ്ങാത്തോണ്ടാ. സ്വർഗത്തിൽ ഇഷ്ടം പോലെ വാസസ്ഥലങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലാനുള്ള ക്വാളിഫിക്കേഷനിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ക്രൂശിലേക്ക് പോകുന്നു. ക്രൂശിന് മുമ്പായി പറയുന്നേ. അവൻ ക്രൂശിലേക്ക് നടന്ന് നമുക്ക് എന്തുണ്ടാക്കുക? ക്രൂശിലേക്ക് നടന്നാൽ പോലും പോരാ. അവിടെ നിന്ന ക്രൂശിന്റെ അനുഗ്രഹങ്ങൾ സഭയെ വളർത്തി പരിപക്വതയായി ഒരു മണവാട്ടിയെ പോലെ മണവാളിനെ സ്വീകരിക്കാൻ ഈ മണവാട്ടി ഒരുക്കി നിർത്തുന്ന അത്ര ഒരുക്കം ഈ ഭൂമിയിൽ നടക്കണം. അപ്പൊ എന്നിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺവെർസേഷൻ ഉണ്ട്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ എങ്ങോട്ടാ പോകുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നു. ഉടനെ തോമസ് പറയാ, നീ എങ്ങോട്ടാ? ഞാൻ പോകുന്ന വഴി നിങ്ങൾ അറിയുന്നു. അപ്പൊ തോമസ് പറയാ, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും അല്ലേ? അപ്പം കർത്താവ് പറയാ, ഞാൻ എങ്ങോട്ടാ പോകുന്നു എന്നുള്ള വഴി നീ അറിയുന്നു. അപ്പൊ തോമസ് പറയാ, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാലല്ലേ വഴി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലും ഞങ്ങൾക്ക് അറിയത്തില്ല, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും. ഉടനെ കർത്താവ് പറയാ, തോമസേ, നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇവിടുന്ന് നേരെ പോയി ഒരു ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് അടുത്ത സിഗ്നലിൽ നിന്ന് നേരെ പോയാൽ സ്ഥലത്തെത്തും. അങ്ങനെ ഒരു വഴി പറഞ്ഞു തരുമെന്ന് വിചാരിച്ചിരിക്കുന്നേ? അതോ ഒരു ഫോർമുല, ഇത് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും എന്നാണോ ഞാൻ പറയുന്നതാണോ വിചാരിച്ചിരിക്കുന്നത്? നോ. കർത്താവ് പറയാണ്, വഴി ഞാൻ തന്നെയാണ്. പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ വഴിയല്ലാതെ ആരും വരുന്നില്ല. അപ്പൊ അതെന്താ അർത്ഥം? തോമസ് കൊണ്ട് പറയാ, നീ അറിയത്തില്ല എന്ന് എങ്ങനെ പറയുന്ന ഈ വഴി? 3 വർഷം നീ എന്റെ കൂടെ നടന്നല്ലേ?
ഞാൻ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എങ്ങനെ ജീവിച്ചത്, ഞാൻ എങ്ങനെയാ പ്രാർത്ഥിച്ചത്, ഞാൻ എങ്ങനെയാ പിതാവിനെ പ്രസാദിപ്പിച്ചത്, നീ കണ്ടതല്ലേ? അതുതന്നെയാണ് നിന്റെ വഴി. വേറൊരു വഴിയും ഇല്ല. ജീവിക്കാൻ ആ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ആ വഴി അല്ലാതെ ബാക്കി എല്ലാറ്റിനോടും നമ്മൾ മരിക്കുക. ഇതാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, ഓരോ നിമിഷവും നീ നടക്കുമായിരുന്ന വഴി എൻ്റെ മുമ്പിൽ തുറന്നു വരാൻ വേണ്ടിയാണ്. എന്നിട്ട് പറ, കർത്താവെ, നീയാണ് യോഗ്യൻ, നീയാണ് എന്നെ രക്ഷിച്ചത്, നീയാണ് എന്നെ വീണ്ടെടുത്തത്. ഞാൻ തേജസ്കരിക്കപ്പെടുന്ന ഒരു നാളിൽ നിനക്ക് എന്ത് തേജസ് ഉണ്ടായിരുന്നോ അവന്റെ കൃപയുടെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായി ഒരു ദിവസം നമ്മൾ രൂപാന്തരപ്പെടും. ഇത് ക്രിസ്തീയ വാക്കിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ഹൗ ടു വാക്ക്, വെയർ ടു വാക്ക് ടു, വാട്ട്സ് അവർ പ്ലാൻ, where we have to go. ഇതെല്ലാം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിനാൽ, ബൈ ഹിം, ഫോർ ഹിം, ആൻഡ് എവറിത്തിങ് ഗോസ് ബാക്ക് ടു ഹിം. എല്ലാം അവനായി ഉണ്ടായതും അവനെ മഹത്വപ്പെടുത്തുന്നതിനുള്ളതുമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു യഥാർത്ഥ ക്രിസ്ത്യൻ വാക്ക്, ഒരു കറക്റ്റ് പ്രെയർ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മണിക്കൂറിലിരിക്കുമ്പോൾ അത് കർത്താവിന് പ്രസാദമാകുന്ന ചില പ്രാർത്ഥനകൾ കേൾക്കുമ്പം കർത്താവിന് ഭയങ്കര സന്തോഷമാണ്, ചിലത് ഭയങ്കര സങ്കടമാണ്. ഈ പ്രാർത്ഥനയെല്ലാം സ്വർഗസ്വനായ പിതാവിന്റെ അടുത്തേക്ക് യേശുക്രിസ്തു മധ്യസ്ഥനായിട്ട് കൊണ്ട് ചെല്ലുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ പാസ്റ്റർ എറണാകുളത്ത് നാട്ടിൽ പോയിട്ട് വരുമ്പം നിങ്ങൾ പറയുമോ, നാട്ടിൽ പോയിട്ട് വരുമ്പോൾ പുതിയ മലയാള സിനിമയുടെ സീഡി വല്ലതുകൊണ്ടേ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറയല്ലോ? ഒരു പാട്ടുപുസ്തകം ബൈബിളെ കൊണ്ടുവരാൻ പറയുമല്ലേ? ഇവിടെ കിട്ടാൻ പാടല്ലേ അത്? അങ്ങനെ പറയുമല്ലേ? അപ്പൊ ഒരു പാസ്റ്ററോട് എന്താ പറയേണ്ടത് നമുക്കറിയാല്ലേ അല്ലെ? യേശുവിനോട് എന്താ പറയേണ്ടതെന്ന് അറിയാമല്ലേ? യേശുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അല്ലെ? യേശു ഇതെല്ലാമായിട്ട് പിതാവിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പിതാവ് ഇപ്പോഴും നിന്റെ ആൾക്കാർ ഇതൊക്കെയാണോ ചോദിക്കുന്നത്? ഇപ്പൊ കർത്താവ് പറയും, 1 വർഷം കൂടെ നമുക്ക് നോക്കാം നന്നാവുമെന്ന്. പിന്നെ കരുണയാൽ ഇത് ഒരു വർഷം ഇങ്ങനെ പോയി നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കുക. അത് യുദ്ധകാലം മുഴുവൻ കർത്താവ് വെച്ചോണ്ടിരുന്നുള്ളൂ. അതാ അവന്റെ സ്നേഹം. ഓക്കെ, എനിവേ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ഒറ്റ വാക്യം. എൻ്റെ കൊച്ചനോട് പറയാം, മോൻ എന്നോട് പറയല്ലേ, മോൾ എന്നോട് പറയുക, പപ്പ നാളെ എനിക്ക് ഇഡ്ഡലി വേണം കേട്ടോ എന്ന് പറയുന്നതിനകത്തല്ല ഞാൻ മഹത്വപ്പെടുന്നത്. അതെനിക്ക് അവൻ വിശ്വസിക്കണം ഞാൻ അവന് കൊടുക്കുമെന്ന്. പക്ഷെ അവൻ ഇങ്ങനെ പറയുന്നത് വെച്ചോ, അവധിക്കാലത്ത് മെയ് മാസത്തിൽ വന്നതിനോട് പറയുക, അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം വല്ലതും എനിക്ക് പഠിക്കാൻ ധൃതിയായി എന്ന് പറഞ്ഞാൽ അപ്പൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? കാരണം അപ്പൻ്റെ ഉദ്ദേശം തന്നെ ആരുടെ ഉദ്ദേശം? മകന്റെ ഉദ്ദേശം. പിതാവായ ദൈവത്തിന് നമ്മളെ തേജസ്കരിക്കാൻ ഉദ്ദേശമെങ്കിൽ നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണെങ്കിൽ തേജസ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ ദൈവം ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ സ്തുതിക്കുക ചെയ്യുന്നത്. അവർ പ്രേയേഴ്സ് ബ്രിങ് ജോയ് ടു ദ ലോർഡ്. അവൻ ഇത് ചോദിക്കാൻ തുടങ്ങിയല്ലോ, അവൻ വളരുന്നുണ്ടല്ലോ, അവന്റെ ആഗ്രഹങ്ങൾ മാറിയല്ലോ, യേശുവിന്റെ അതേ ആഗ്രഹങ്ങൾ ഇവന് ഉണ്ടായി തുടങ്ങിയല്ലോ. അത് ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. അവനെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിയണം, നമ്മുടെ ആരാധനയ്ക്ക് കഴിയണം, നമ്മുടെ വളർച്ചയ്ക്ക് കഴിയണം. ഈ കൊച്ചു പിള്ളേരായിട്ട് കളിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ, രസമല്ലേ അല്ലെ? കുഞ്ഞു പിള്ളേർ, 2 വയസ്സുള്ള പിള്ളേര് നല്ല രസമാണ്. ഒരു കുഞ്ഞുണ്ടാകുമ്പോഴും ഭയങ്കര രസമാണ്, ലഡു ജിലേബിയൊക്കെ തിന്നാം. പക്ഷെ 2 വയസ്സുള്ള കൊച്ചിൻ്റെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചോണ്ട് 20 വയസ്സായാലും ഈ കൊച്ചു 2 വയസ്സുകാരനെ പോലെ ഇരുന്നാലോ? നാട്ടുകാർ ചിലപ്പോൾ എല്ലാവരും വന്ന് ഈ കൊച്ചുമായിട്ട് കളിക്കുമായിരിക്കും. പക്ഷെ ആ കൊച്ചിന്റെ അപ്പനും അമ്മയ്ക്കും പരവേശമായിരിക്കും. ലോകത്തുള്ള സകല ഡോക്ടർമാർ, എൻ്റെ കൊച്ചിന് എന്ത് പറ്റി ഡോക്ടറെ? ഇതേ അവസ്ഥ ഇപ്പൊ സ്വർഗത്തിൽ. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായി, നല്ല പാട്ടും ബഹളമൊക്കെ ആയിരുന്നു സ്വർഗത്തിൽ. പക്ഷെ ഇപ്പൊ ഒരെണ്ണത്തിനും വളർച്ചയില്ല. എല്ലാം പാല് കുടിച്ചുകൊണ്ട് 30, 40, 60 വർഷമായ കുഞ്ഞുങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉപദേശത്തിന്റെ കാറ്റ് അങ്ങോട്ട്, അടുത്ത ഉപദേശത്തിന്റെ കാറ്റ് ഇങ്ങോട്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ ആ ഇടുക്ക് വഴിയിലൂടെ പോകാൻ തക്കവണ്ണം നല്ല പോർ വരുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.